നാം ദേവാലയ ശുശ്രൂഷകളിൽ, ആരാധനകളിൽ, വിശുദ്ധ കുർബാനയിൽ, നമസ്കാരങ്ങളിലൊക്കെ പാടാറുള്ള അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം. അഴിവില്ലാത്ത ലോകമായ സ്വർഗരാജ്യത്തിൽ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ ദൈവപുത്രനവരെ ആശ്വസിപ്പിക്കുവാൻ സംഗതിയാകുവാൻ. ഇത് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന, അനുസ്മരണങ്ങൾ മാത്രമായി അവശേഷിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക. ഒരാളെ ഓർക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഓർമ്മകളൊക്കെ ഉപരിപ്ലവമായി മാത്രം തീർന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അനുസ്മരണങ്ങൾ അല്ലേ? പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറൊക്കെ ഇവിടെ കവറടങ്ങിയിരിക്കുമ്പോഴൊക്കെ അനേകം അനുസ്മരണ യോഗങ്ങൾ ഒക്കെ നാം കാണാറുണ്ട്. എന്നാൽ ഈ അനുസ്മരണങ്ങൾക്കപ്പുറമായി, അനുസ്മരണം എന്ന് പറയുമ്പോൾ അതൊരു ഇൻവെർട്ടൽ കോമയിലിടണം. അനുസ്മരണം എന്ന വാക്ക് യഥാർത്ഥത്തിൽ നല്ല വാക്കാണ്. എന്നാൽ ഈ കേവലം അനുസ്മരണമായി മാറുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രസക്തി പരസ്യങ്ങൾക്ക് മാത്രമായി മാറിപ്പോകുന്നു. ഓർമ്മകൾ പരസ്യങ്ങൾക്കുള്ളതല്ല, ആരാധനയ്ക്കുള്ളതാണെന്നുള്ളതാണ് ഈ പ്രാർത്ഥനയും ഗീതങ്ങളുമൊക്കെ നമ്മൾ ഓർപ്പിക്കുക. വിശുദ്ധ കുർബാനയിൽ അതിൻ്റെ ഒരു പ്രധാന ഭാഗത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ മുമ്പായി, ഇൻ്റർസെഷണൽ പ്രയറിന് മുമ്പായിട്ടാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ പ്രാർത്ഥന ചൊല്ലുക അല്ലേ? ദൈവസൂതന്മാരായി ഇടുവാൻ എന്ന പാട്ട് നാം പാടുന്നത് ഈ ഇൻ്റർസെഷൻ പ്രയറിന് മുമ്പാണ്, ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പാണ്. വിശുദ്ധന്മാരോടും കന്യക അമ്മയോടും ഉള്ളതായ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ടാണ്. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക, നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാരെയൊക്കെ നാം ഓർക്കണം. നമ്മുടെ അപ്പൻ്റെ അപ്പനും അമ്മയുടെ അമ്മയും ഒക്കെ ആ ഗണത്തിൽപ്പെടുന്നവരാണ്. മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവ്വസൂരികളായ എല്ലാവരും ആ ഗണത്തിൽപ്പെടുന്നവരാണ്. വിശുദ്ധന്മാർ മാത്രമല്ല, നമ്മളെ ഈ ലോകത്തിലേക്ക് നാം വരുവാൻ മുഖാന്തിരമായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഒപ്പം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ കൈപിടിച്ച് നടത്തിയ നമ്മുടെ സ്നേഹമുള്ള നമ്മുടെ പിതാക്കന്മാരും മാതാപിതാക്കളും സഹോദരങ്ങളും സ്നേഹിതരും, ഇതൊക്കെ ഇവരെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. എന്തിനവരെ ഓർക്കണം എന്ന് ചോദിച്ചാൽ അവരൊന്നും വിശുദ്ധന്മാരായതുകൊണ്ടല്ല, പിന്നെയോ അഴിവില്ലാത്ത ലോകത്തിൽ നീതിമാന്മാരുടെ പുണ്യവാന്മാരുടെ കൂടെ ദൈവപുത്രൻ ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നാം വിശുദ്ധ പദവികളിൽ ആയിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാരെ ഓർക്കും. അതെന്തിനാ നമ്മൾ ഈ ഗീവർഗീസ് സഹോദരയുടെ മധ്യസ്ഥത യാചിക്കുന്നു, പരിമല തിരുമേനിയുടെ മധ്യസ്ഥത യാചിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യാചിക്കുന്നു. അവർ വിശുദ്ധരായിരിക്കുമ്പോൾ നമ്മളുടെ മധ്യസ്ഥത യാചിക്കുന്നത് എന്തിനാ? ലാഭകരമായ എന്തുണ്ട്? ലാഭകരമായ ചില കാര്യങ്ങളുണ്ട്. എന്താ? അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചാൽ നമുക്ക് ചില സാക്ഷ്യങ്ങളുണ്ട്, അനേകരുടെ സാക്ഷ്യങ്ങളുണ്ട്. ഈ സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കും. അവിടെയൊക്കെ ചില ലാഭങ്ങളുണ്ട് എന്ന് നാം ചിന്തിക്കും. എന്താ? മറുപടി കിട്ടാത്ത അനേകം പ്രാർത്ഥനയുടെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മെ കേൾക്കുന്നവർ, നമ്മെ അറിയുന്ന ഒരാൾ പറയുന്നു, ഇന്നടുത്ത് പോയാൽ ഇന്ന പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടാൽ ലാഭമുണ്ട് എന്ന് പറഞ്ഞാൽ നേട്ടമുണ്ട്, എന്തൊക്കെയോ കിട്ടും എന്നുള്ള ബോധ്യത്തിലാണ് നാം പ്രാർത്ഥിക്കുക. എന്നാൽ വല്യപ്പനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചാലോ? വല്യപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൻ്റെ അപ്പനോ അമ്മയുടെ അപ്പനോ അമ്മയുടെ അമ്മയോ ഒക്കെ ആവുമ്പോൾ അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചാൽ ലാഭമല്ലെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വല്യപ്പനെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി കിട്ടും? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. എന്നാൽ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന വലിയ പ്രാർത്ഥനയുടെ ഇടങ്ങളിൽ എന്തിനവരെ ഓർക്കണമെന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതയാത്രകളിൽ അവർ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നമുക്ക് വേണ്ടി അധ്വാനിച്ചപ്പോൾ ഒക്കെ
അവർ വിശുദ്ധ ജീവിതം നയിച്ചവരൊന്നും ആകണമെന്നില്ല. വല്ലാതെ അധ്വാനങ്ങളുടെ ഇടങ്ങളിൽ ഭാരപ്പെട്ടപ്പോൾ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇത്തിരി മദ്യപിച്ചിരുന്നായിരിക്കാം. ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ രൂക്ഷമായപ്പോൾ, വല്ലാത്ത ടെൻഷൻസ് വന്നപ്പോൾ അവർ ചിലപ്പോൾ ഒന്ന് പുകവലിച്ചിരുന്നിരിക്കാം. ഇങ്ങനെ ജീവിതത്തിൽ വിശുദ്ധിയുടെ പടവുകളൊന്നും കയറിയവരല്ലവർ. എന്നാൽ സാധാരണ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ ഈ ലോകത്തിൻ്റെ പ്രമത്തതകൾക്കും മോഹങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ട് ചിലപ്പോൾ ഈ ജീവിതത്തിൽ ചില തെറ്റുകളുടെ ഒക്കെ കടന്നുപോയവരാകാം. അങ്ങനെ കടന്നുപോയിട്ടുള്ളവർ ദൈവതിരുസന്നിധിയിലെത്തുമ്പോൾ ദൈവപുത്രൻ നീതിമാന്മാരുടെ പുണ്യവാന്മാരുടെ കൂടെ അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. എന്ന് പറഞ്ഞാൽ ഇമ്പങ്ങളുടെ പറുദീസയിൽ അവർക്ക് അവകാശം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ തുടരുമ്പോൾ അത് തലമുറകൾക്ക് നൽകിക്കൊടുക്കുന്നൊരു പാഠവുമാണ്, സുഹൃതമാണ്. അപ്പോൾ ഈ അനുസ്മരണങ്ങളൊന്നും വെറുതെയാവില്ല, ഈ ഓർമ്മകളൊന്നും വൃഥാവാകില്ല. ഇല്ല എങ്കിൽ ആക്ഷരികമായ ചില അനുസ്മരണങ്ങൾ മാത്രമായി നമ്മുടെ പ്രാർത്ഥനകൾ മാറിപ്പോകും. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഇത് പ്രാർത്ഥനയുടെ ഭാഗമാണ്, ഇതൊരു സമ്മേളനത്തിൻ്റെ ഭാഗമല്ല. പലപ്പോഴും അനുസ്മരണങ്ങൾ സമ്മേളനങ്ങളായി മാറിപ്പോകുന്നു. അതിനപ്പുറമായി ഇത് പ്രാർത്ഥനയുടെ ഭാഗമാണ്, ഇത് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഈ പ്രാർത്ഥനയുടെ ഇടങ്ങളിൽ ഇത് സൂക്ഷിച്ചിരിക്കുക എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. ആമുഖവാക്കുകൾക്ക് വിരാമം. ഇന്ന് നമുക്കൊരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്ന വിശുദ്ധ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം 12 വാക്യം. അച്ഛൻ തന്നെ വായിക്കാൻ അല്ലയോ? ദൂരെ നിന്ന് വന്നതുകൊണ്ട് വലിയ ഭാരമുള്ള പുസ്തകം നമ്മുടെ കയ്യിൽ കരുതാൻ നമ്മൾ മറന്നുപോയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥനയോടെ കേട്ടിരിക്കാം. അബ്രാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു, സൊദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. 2 വ്യക്തിത്വങ്ങളെയാണ് ഈ വേദഭാഗത്ത് പരിചയപ്പെടുക. ആരൊക്കെയാ? അബ്രാം, ലോത്ത്. ആരായിരുന്നു അബ്രാം എന്ന് നമുക്കറിയാം. ആരാണ്? വിശ്വാസികളുടെ പിതാവ്. എന്തുകൊണ്ട് അദ്ദേഹം വിശ്വാസികളുടെ പിതാവായി? കേട്ടില്ല. ആൻഡ്രൂസ് അച്ഛൻ വഴക്കൊന്നും പറയത്തില്ല, നിങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നും. എൻ്റെ സെമിനാരി വിദ്യാഭ്യാസ കാലത്ത് ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അച്ഛനോടൊപ്പമായിരുന്നു ഞാൻ എൻ്റെ മിഷൻ, സൺഡേ മിഷൻസ് ചെലവഴിച്ചത്. പോട്ടെ, നമ്മുടെ ചിന്തകളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അദ്ദേഹം വിശ്വാസികളുടെ പിതാവായി മാറിയത്? ദൈവം പറഞ്ഞത് അനുസരിച്ചതുകൊണ്ട്. നമ്മളാരും അനുസരണമുള്ളവരല്ലയോ? നമ്മളാരും ദൈവം പറഞ്ഞാൽ പോലും അനുസരിക്കത്തില്ലെന്നാണോ നമ്മുടെ അഡ്രസ്? ആണോ? ദൈവം പറഞ്ഞാൽ പോലും കേൾക്കുക എന്നാണോ? അല്ല, നമ്മളും അനുസരണമുള്ളവരാണ്. അനുസരണമുള്ളവ അതുകൊണ്ടാണോ? ആണോ? അപ്പൊ അനുസരണം മാത്രമായിരുന്നില്ല, പിന്നെയോ വിശ്വാസത്തിന്റെ ഇടങ്ങളിൽ കുറച്ചുകൂടെ ശക്തി ഉള്ള ആരായിരുന്നു നമ്മൾ? വിശ്വാസികളല്ലേ? അത്ര പോരാ, ആണോ? ചഞ്ചലപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ, ആണോ? സമ്മതിച്ചാൽ മതി. വിശ്വാസമുള്ളവരാണ് നമ്മൾ, പക്ഷേ പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ ചിലപ്പോൾ മാറിപ്പോയേക്കാം. എന്നാൽ വിശ്വാസികളുടെ പിതാവ് എന്ന ബോധ്യങ്ങളിലേക്ക് അബ്രഹാം ഉയരുന്നത് വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടോ അനുസരണമുള്ളവനായിരുന്നു എന്നുള്ളത് കൊണ്ടോ മാത്രമല്ല. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ആരാധനശീലമാക്കിയുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. വേദപുസ്തക ചരിത്രം പരിശോധിക്കുമ്പോൾ ഏത് പുതിയ സ്ഥലത്തെത്തിയാലും അവിടെ ദൈവത്തിന് ബലിപീഠം നിർമ്മിച്ച് യാഗമർപ്പിക്കുന്നൊരു പതിവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബലിപീഠം നിർമ്മിച്ച് ആരാധന അർപ്പിക്കേണ്ട ആവശ്യകത ആ ഒരു ചിന്തകളിലേക്കൊന്നും വരേണ്ടതില്ല. കാരണം എന്താ?
ബലിപീഠം ഇന്ന് എല്ലായിടത്തുമുണ്ട്. സാധ്യതകൾ ഇങ്ങനെ മുന്നിൽ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ സാധ്യതകളില്ലാതിരുന്ന ഇടത്തും അവിടെ ആരാധന എന്നുള്ളത് മുടങ്ങാതെ ദൈവതിരുസന്നിധിയിൽ സമർപ്പണത്തിൻ്റെ അനുഭവത്തിലൂടെ ആരാധന ജീവിതം നയിച്ച വ്യക്തിത്വമാണ് അബ്രഹാം. ഒരു ചോദ്യം, സന്ധ്യയിൽ നമ്മുടെ അടുത്ത വീട്ടിലേക്ക് നമ്മൾ പോകുന്നു. അവരും പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മളും പ്രാർത്ഥിക്കുന്നവരാണ്. സന്ധ്യ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണെന്നാണ് ബോധ്യം, ഇല്ലേ? സന്ധ്യയിൽ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ അന്ന് പ്രാർത്ഥന നടക്കുമോ? സന്ധ്യയിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ ചെന്നു. അവരും പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മളും പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് പ്രാർത്ഥന നടക്കുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ വർത്തമാനം പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഈ ചെന്ന ആളുകൾക്ക് എത്രയും വേഗം നമ്മുടെ കാര്യം കഴിഞ്ഞ് വീട്ടിൽ പോകണം. എന്നാൽ ചെല്ലപ്പെട്ട ഇടത്തിൽ ആ വീട്ടിലെ ആൾ ചിന്തിക്കുന്നത് എന്താ? ഇനി ഇവർ എപ്പോൾ പോകുമെന്ന് അറിയാൻ മേല എന്നൊരു ആകുലതയുണ്ട്. അതുകൊണ്ട് അവർ ചില ചോദ്യങ്ങളൊക്കെ വീട്ടിൽ അമ്മച്ചി തന്നല്ലേ എന്നൊക്കെ ചോദിക്കും. എന്താ കാരണം? ഇതെപ്പോൾ പോകുമെന്ന് അറിയണം. ഇനി ഇങ്ങനെ ഈ സംഭാഷണം നീണ്ടുപോയാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. പണ്ടൊക്കെ അങ്ങനെയല്ല, അയൽപക്കങ്ങളിൽ ബന്ധങ്ങൾ ഊഷ്മളമായിരുന്നു, അല്ലേ? അയൽപക്കങ്ങളിൽ ബന്ധങ്ങൾ ഊഷ്മളമായിരുന്നു. എന്നാൽ അയൽപക്കങ്ങളിൽ മതിലുകൾ ഉയർന്നപ്പോൾ ബന്ധങ്ങളും തകർന്നു. പണ്ട് മതിൽ കെട്ടുമായിരുന്നു, കയ്യാല കെട്ടുമായിരുന്നു. കയ്യാല എന്നുള്ള വാക്കിവിടെ പ്രസക്തമല്ലേ, അല്ലേ? കയ്യാല എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? കയ്യാലയ്ക്ക് എത്ര ഉയരമുണ്ട്? എത്ര ഉയരം വരും? ഈ പ്രസംഗപീഠങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ പ്രസംഗപീഠങ്ങൾ എപ്പോഴും നെഞ്ചിന് താഴെ നിൽക്കത്തുള്ളൂ. എന്താ കാരണം? അതൊരു ലോജിക്കുണ്ട്. ഈ പ്രസംഗപീഠങ്ങൾക്ക് എപ്പോഴും നെഞ്ചിന് താഴെയാണ് സ്ഥാനം. എന്താ അതിന്റെ കാരണം? അതറിയാൻ മേല. അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണോ? അല്ല, അതിനൊരു ലോജിക്കുണ്ട്. നമ്മൾ സംഭാഷിക്കുക ഹൃദയം വഴിയാണ്. ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കാണ് സന്ദേശങ്ങൾ പോകേണ്ടത്. കയ്യാലകൾ കിട്ടുന്നത് എന്തിനായിരുന്നു? അതിന് പൊക്കം കൂടിയ കുഴപ്പമാണ്. കാര്യം എന്താ? അവിടെ ഹൃദയങ്ങൾ തമ്മിലാണ് സംസാരിക്കേണ്ടത്. ഹൃദയം കൈമാറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു കേട്ടോ, അതല്ല. അയൽപക്കങ്ങളിൽ ബന്ധങ്ങൾ ഊഷ്മളമായിരുന്നത് ഹൃദയപൂർവമായിരുന്നു സംഭാഷണങ്ങൾ. അവിടെ സ്വാർത്ഥതകളില്ലായിരുന്നു. വീട്ടിലെന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ അമ്മ പറയും, മോനെ അപ്പുറത്ത് പോയി ഇത്തിരി പഞ്ചസാര വാങ്ങിയിട്ട് വന്നാട്ടെ. എന്നാ ഈ പഞ്ചസാര വേടിപ്പ് നിർത്തിയെന്നാണ്? എന്താ ഇത് വേടിപ്പ് നിർത്തിയതെന്നാണ്? ഷുഗർ വന്നപ്പോഴല്ല. ഷുഗർ ഇല്ലാത്ത ആരുമില്ല. ഷുഗർ വന്നപ്പോഴല്ല നിർത്തിയത്. പിന്നെയോ ഇങ്ങോട്ട് മേടിച്ചപ്പോഴേ ഈ നാഴി അളന്നപ്പം ഈ നാഴിയുടെ മുകളിൽ ഇഞ്ഞൊരു കൂമ്പാരം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് കൊടുത്തപ്പോൾ അതങ്ങ് വെട്ടി. അതാണ് കുഴപ്പമുണ്ടായത്. സ്വാർത്ഥത എന്ന് വന്നോ അന്ന് ബന്ധങ്ങളിൽ അപശ്രുതികൾ വന്നു തുടങ്ങി. അന്ന് മുതലാണ് ബന്ധങ്ങളിൽ അപശ്രുതികൾ വന്നത്. അപ്പോ ഈ മതിലുകൾ ഉയർന്നപ്പോൾ ബന്ധങ്ങളും അപ്പാടെ തകർന്നുപോയി. മതിലുകൾ പറയുന്ന ഒരു സന്ദേശമുണ്ട്. മതി ഇതിലേ എന്ന വാതിൽ, തുറന്നിട്ട വാതിൽ നമ്മോട് പറയുക, വാ ഇതിലേ എന്ന. അപ്പോ ബന്ധങ്ങൾ തകർന്നു പോകാനുള്ള കാരണം ഈ കയ്യാലയ്ക്ക് പകരം മതിൽ വന്നപ്പോഴാണ്. മതിലിത്തിലൂടെയൊക്കെ ബന്ധവസാണ്. പക്ഷെ ബന്ധവസായത് എന്താണ്? സ്വാർത്ഥതയാണ്. എൻ്റെ സ്വാർത്ഥതയാണ്. എൻ്റെ സംഭാഷണങ്ങൾക്ക് അവിടെ അറുതി വന്നു. അവിടെയാണ് പ്രശ്നം പറ്റിയത്. പോട്ടെ, ഇവിടെ നമ്മൾ പ്രാർത്ഥനയുടെ ഇടങ്ങളാണ് പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുക. ഇവിടെ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ സാധ്യതകൾ ഇല്ലാതിരുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ സാധ്യതകൾ തുറന്ന് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതും അതുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ഇടങ്ങളിൽ നമുക്ക് ജ്വലിക്കുവാൻ കഴിയാത്തതെന്ന ബോധ്യം നമ്മെ തന്നെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളിൽ വിശ്വാസത്തിൻ്റെ ഇടങ്ങളിൽ ഒരു പ്രബലതയില്ലാത്തത്? എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഈ അബ്രഹാം ഇങ്ങനെ ദൈവത്തോട് കൂടുതൽ ഇങ്ങനെ ഇടപഴകാൻ, ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യനെ നമുക്കറിയാം. ദൈവസന്നിധിയിലേക്ക് പിശാചി ചെല്ലുമ്പോൾ ദൈവം പിശാചിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എവിടെ നിന്ന് വരുന്നു? പിശാച് എന്നാ പറയാ? ഞാൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു വരുന്നു. എവിടെയാ? ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു. എന്താ ഈ ഊടാടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ? അലഞ്ഞു തിരിയുക ആണോ? വെറുതെ ഒന്നും അല്ല, പർപ്പസ്ഫുള്ളിയാണ് പിശാച് ഊടാടുക.
പർപ്പസ്ഫുള്ളിയാണ് ഈ ഊടാടുക. നമ്മുടെയൊക്കെ അടുത്ത് വന്നിട്ട് പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ അടുത്ത് വന്നിട്ടാണ് പിശാച് പോവുക. വെറുതെ ഒന്നും പോവുകയല്ല, അവൻ പർപ്പസ്ഫുള്ളിയാണ് വരിക. എന്തിനാ വരുന്നേ? നമ്മെ ദൈവത്തിൻ്റെ ആലോചനകളിൽ നിന്നും പിടിച്ചു മാറ്റാൻ. അപ്പൊ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ പ്രിയനായ ഇയ്യോബിനെങ്ങാനും നിന്റെ കണ്ണ് വീണുപോ. അപ്പോ ഇയ്യോബിന്റെ ഒരു മറുപടി, സാത്താന്റെ ഒരു മറുപടി എന്താ പറയുക? എങ്ങനെയാണ് അവൻ നിന്നെ ആരാധിക്കാതിരിക്കുക, അവൻ നിന്നെ സ്നേഹിക്കാതിരിക്കുക? കാരണം എന്താ? നീ അവന് ആവും വണ്ണം വാരി കൊടുത്തിരിക്കുകയല്ലേ. അവനിഷ്ടം പോലെ സമ്പാദ്യം കൊടുത്തിരിക്കുക, ഭാഗ്യങ്ങൾ കൊടുത്തിരിക്കുക, സൗഭാഗ്യങ്ങൾ കൊടുത്തിരിക്കുക. അപ്പോഴാ പറയുക, അവന്റെ ജീവൻ മാത്രം അവന്റെ അതിൽ മാത്രം തുടരുത്, ബാക്കിയെല്ലാം നിന്റെ കയ്യിലിരിക്കുന്നു. ഇങ്ങനെ സൗഭാഗ്യങ്ങൾ വാരി കൊടുത്തത് കൊണ്ടാണോ അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചത്? ആണോ? ഈ സൗഭാഗ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അബ്രഹാമിന്റെ ജീവിതത്തിൽ? അബ്രഹാം ധനികനായിരുന്നു, ശരിയാണ്. അബ്രഹാം വലിയ ധനികനായിരുന്നു. ഈ ധനികതയിലും എന്തുണ്ടായിരുന്നു പ്രശ്നം? ഒരു വലിയ സങ്കടം ഉണ്ടായിരുന്നു. ഈ സങ്കടം എന്തായിരുന്നു? മക്കളില്ല എന്ന് പറയുന്ന ഒരു വലിയ സങ്കടമാണ്. ഇന്ന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അടൂർ ലൈഫ് ലൈനും തിരുവനന്തപുരത്ത് ക്രെഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയും കാണും ഹോസ്പിറ്റലുകളല്ലേ, സാധ്യതകൾ തുറക്കാൻ. എന്നാൽ ഈ സാധ്യതകൾ തുറക്കാനും സാധ്യതകളൊന്നും ഇല്ലാതിരുന്ന, ചികിത്സകളുടെ ഒരു വലിയ ബോധ്യങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ട് ഒരു കാലഘട്ടമായിരുന്നില്ലത്. പക്ഷേ ആ കാലഘട്ടം കുറച്ചുകൂടെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. മക്കളില്ല എന്ന് പറയുന്ന ഇടങ്ങളത്ത് അവിടെയൊക്കെ വലിയ അവഹേളനങ്ങൾ, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ അവഹേളനങ്ങൾ, വലിയ നാണക്കേടിൻ്റെ അവസ്ഥകളിലൂടെയാണ് ഈ ദമ്പതികൾ നടന്നു പോവുക. ഇത്രയധികം ദൈവത്തെ സ്നേഹിച്ചിട്ടും ഇത്രയധികം ആരാധന ശീലമാക്കിയുള്ള ജീവിതത്തിൻ്റെ ഇടങ്ങളിലൂടെ ധൃതിപ്പെട്ട് കടന്നുപോയിട്ടും ബന്ധപ്പെട്ട് കടന്നുപോയിട്ടും വലിയ സങ്കടം ഇങ്ങനെ ഉള്ളിൽ പേറിക്കൊണ്ടാണ് ജീവിക്കുക. നമ്മളായിരുന്നെങ്കിൽ എന്നെ പറ്റിയനെ. പക്ഷേ അബ്രഹാം അതൊരു ശീലമാക്കി. ജീവിതത്തിന്റെ ചില ശീലങ്ങളിലേക്ക് അവൻ ഉയർന്നു. അവൻ ചിന്തിച്ചു, ഈ ബന്ധുക്കളും ചാർച്ചക്കാരും പിതൃഭവനമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് സ്നേഹിക്കുവാൻ, അത് മതി എന്ന് വിചാരിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് ഇടിവാൾ പോലെ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ടാവുക. 12-ാം അധ്യായം 1-ാം വാക്യം, നീ നിനക്കുണ്ടെന്ന് നീ വിചാരിക്കുന്ന സകലവും വിട്ട്, പിതൃഭവനം, ബന്ധുക്കൾ, ചാർച്ചക്കാർ എല്ലാം ഉണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലോ, അവർ മതിയെന്ന് നീ വിചാരിച്ചു. അപ്പോൾ അവയൊക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. നമ്മുടെ കാണുക പറഞ്ഞെങ്കിൽ നമ്മൾ അന്നേരം മൊബൈൽ എടുത്തേനെ. നമ്മുടെ കുഞ്ഞുങ്ങളാണൊക്കെ ആണെങ്കിൽ അന്നേരം മൊബൈൽ എടുത്ത് നോക്കും, അല്ലേ കുഞ്ഞ്? എന്നാ പറയും? എന്നാ നോക്കും? കാണിപ്പാനിരിക്കുന്ന ദേശം. കാരണം എന്താ? അവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണോ, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി നമ്മളൊന്ന് നോക്കും, അല്ലേ? ഇന്ന് മൈഗ്രേഷൻ്റെ കാലഘട്ടമാണ്. ഇന്ന് ഒത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവസാനിച്ചിട്ടില്ല മൈഗ്രേഷൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉപരിപഠനത്തിനായി നമ്മൾ വെറുതെ +2 കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുക, പിറ്റേന്ന് പറയുകയാണോ കാനഡയ്ക്ക് പോക്കൂ പറയുകയാണോ? അല്ല. മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് നമ്മൾ പറയുക, എന്ത്, ഇന്നയിടത്തും കൊള്ളാം, ഇന്നയിടത്ത് പോയാൽ നല്ല ഭക്ഷണം കിട്ടും, ഇന്നയിടത്ത് താമസിക്കാൻ കൊള്ളാം എന്നൊക്കെ പറയുക. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നു, നിന്നെ കാണിപ്പാനിരിക്കുന്ന, ഉറപ്പൊന്നുമില്ല, എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെടുക. അവിടെയാണ് വിശ്വാസത്തിൻ്റെ ഇടങ്ങളിൽ ആ മനുഷ്യൻ പ്രബലപ്പെടുക. അവിടെ ഭാണ്ഡം പൊറുക്കി യാത്ര പുറപ്പെടുവാൻ എത്രയും വേഗം തയ്യാറാവുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടിന് വിരുദ്ധമായി 2 കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ചു. 2 പേര്, 2 ആളുകളെ. ആരൊക്കെയാ? ഒന്ന് പ്രിയപ്പെട്ട ഭാര്യ സാറ, 2 ലോത്ത് എന്ന് പറയുന്ന സഹോദരപുത്രനെ കൂടി ആ യാത്രയിൽ കൂടെ കൂട്ടുന്നുണ്ട്. എന്നാൽ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്തിട്ടും ദൈവം അബ്രഹാമിനോട് കോപിച്ചതായൊന്നും പറയുന്നില്ല. പക്ഷേ ഈ കൂടെ കൂട്ടപ്പെട്ട ആളുകൾ നിമിത്തം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അബ്രഹാമിന്റെ ചിന്തകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണ് അദ്ദേഹം വിശ്വാസികളുടെ പിതാവായി എന്നുള്ളത് മാത്രം പറഞ്ഞു വയ്ക്കുകയാണ്. വിശ്വാസത്തിന്റെ ഇടങ്ങളിൽ നമ്മൾ ഓർപ്പിച്ചതുപോലെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അനുസരണത്തിന്റെ ഇടങ്ങളിൽ ഒരു വലിയ
അനുസരണത്തിന്റെ സാക്ഷ്യമായിരുന്നു അബ്രഹാം. വിശ്വാസത്തിന്റെ ഇടങ്ങളിലും എന്തെല്ലാം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഉണ്ടായാലും ദൈവവചനങ്ങൾക്ക്, ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് ഒന്നാം സ്ഥാനം നൽകി എന്നുള്ളതും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയ സാക്ഷ്യമാണ്. രണ്ടാമത് നാം ചിന്തിച്ച അല്ലെങ്കിൽ പറഞ്ഞ വേദവാക്യത്തിൽ കണ്ട ആൾ ലോത്ത് എന്ന് പറയുന്ന മനുഷ്യനാണ്. ആരാണ് ഈ ലോത്ത്? സഹോദരപുത്രനാണ്. ലോത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഒരു അനാഥനായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അബ്രഹാം സാറ ദമ്പതികളാണ് അവനെ വളർത്തിയത്. ലോത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, വേദപുസ്തക ചരിത്രം പരിശോധിക്കുമ്പോൾ ലോത്ത് അമ്പെ പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് നാം കാണുക, അല്ലേ? ലോത്ത് പരാജയപ്പെട്ടു പോയൊരു വ്യക്തിത്വമായിട്ടാണ് നമ്മൾ പറയുക. എന്തുകൊണ്ടാണ് ഈ പരാജയം സംഭവിച്ചത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, ഒരാൾ വഴിവഴിച്ചു പോകുമ്പോൾ നമ്മളെന്തോ ആദ്യം എന്തോ പറയുക, വളർത്തുദോഷം എന്ന് പറയും, ഇല്ലയോ? പറയത്തില്ലയോ? ഇവിടെ യഥാർത്ഥത്തിൽ വളർത്തുദോഷമാണോ? ആണോ? അല്ല. കാരണം പ്രാർത്ഥന, ആരാധന ശീലമാക്കിയുള്ള ജീവിതശൈലിയുള്ള അബ്രഹാമിന്റെ ശിക്ഷണത്തിലാണ് അവൻ്റെ വളർത്തൽ, അവൻ വളർന്നു വന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുപോയത് എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുക. സമ്പത്ത് വർദ്ധിച്ചു വരുമ്പോൾ പ്രശ്നം വല്ലതും ഉണ്ടാവുമോ? ഉണ്ടാവും, അല്ലേ? സമ്പത്തുണ്ടാകത്തെല്ലാം പ്രശ്നമുണ്ട്. അതിപ്പോ എവിടെ ആയാലും പ്രശ്നങ്ങളാണ്. ഭവനമാണെങ്കിലും സമൂഹമാണെങ്കിലും ഇടവകകളാണെങ്കിലും സമ്പത്ത് വർദ്ധിച്ചാൽ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഭാണ്ഡം പുറുക്കി യാത്ര പുറപ്പെടുവാൻ തയ്യാറായവർ അങ്ങനെ യാത്ര ആരംഭിച്ചു. കാലങ്ങൾ കുറേയേറെ കഴിഞ്ഞു. ലോത്ത് വളർന്ന് നല്ല ഒരു യുവാവായി മാറി. അബ്രഹാമിന് കുറച്ചുകൂടെ പ്രായം ഏറി. അവർ പോയപ്പോൾ വെറുതെ പോയില്ല. പോയ ഇടങ്ങളിലൊക്കെ കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, കച്ചവടമൊക്കെ ആയിട്ട്. അങ്ങനെയാണ് സമ്പത്ത് വർദ്ധിച്ചു. ഈ വർദ്ധിച്ച സമ്പത്തിന്റെ ഇടങ്ങളിൽ ഒരു പ്രതിസന്ധി അവരെ നേരിട്ടു. ഒരു ദിവസം ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ ഒരു കലഹമുണ്ടായി. ഈ കലഹം ഉണ്ടായപ്പോ ലോത്തിനെ അബ്രഹാം വിളിച്ചിട്ട് പറഞ്ഞു, ലോത്തെ, നിന്റെ ഇടയന്മാരും എൻ്റെ ഇടയന്മാരും എനിക്കും നിനക്കും തമ്മിൽ സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ നാം ഇപ്പോൾ പിരിയുക. ഈ സ്വത്ത് ഭാഗം ചെയ്യുന്ന എന്തിനാ? എന്തിനാ അമ്മച്ചി സ്വത്ത് ഭാഗം ചെയ്യുന്നേ? കൊടുത്തായിരുന്നോ? ഭാഗം ചെയ്ത് കൊടുത്തോന്ന് ചോദിച്ചാ എന്തിനാ ഭാഗം ചെയ്യുന്നേ? എന്തിനാ വെച്ചാ കൊടുക്കുന്നത്? കൊടുത്തോ? എപ്പോഴേ കൊടുത്തു. എന്തിനാ കൊടുക്കുന്നേ? അതൊരു നാട്ടുനടപ്പായതുകൊണ്ടാണോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തിനാ? അതിന് പിന്നിൽ രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താ? വഴക്കുണ്ടാകാതിരിക്കാൻ. എന്നിട്ട് തുടങ്ങിയോ? എന്നിട്ട് വഴക്ക് തീർന്നോ? ഇല്ല, അന്ന് പുതിയ തുടങ്ങി. എന്താ പുതിയ വഴക്കെന്താ? അല്ലേലും അപ്പച്ചന് മൂത്തമോനോടാണ് സ്നേഹം കൂടുതൽ, ഇളയവനോടാണ് സ്നേഹം കൂടുതൽ. അന്ന് പുതിയ വഴക്ക് ആരംഭിക്കുക. പക്ഷേ ഇവിടെ അബ്രഹാമും പറഞ്ഞു വെക്കുന്നത് ഒന്നേ ഉള്ളൂ, മോനെ ലോത്തെ, നിന്റെ ഇടയന്മാർക്കും എൻ്റെ ഇടയന്മാർക്കും എനിക്കും നിനക്കും തമ്മിൽ സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ നാം ഇപ്പോൾ പിരിയുക. ഒറ്റ കാര്യമേ ഉള്ളൂ, സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ, കലഹമുണ്ടാകാതിരിക്കാൻ, ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതിരിക്കാൻ. വേണമെങ്കിൽ ഈ അബ്രഹാം എന്ന് പറയുന്ന വയോധികന് വേണമെങ്കിൽ പറയാമായിരുന്നു, തെക്ക് കിടക്കുന്ന അല്ലെങ്കിൽ കിഴക്ക് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ എനിക്ക്, ബാക്കിയൊക്കെ നിനക്ക് പറയാമായിരുന്നു. കാരണം എന്താ? ഈ കാലഘട്ടം അത്രയും സമ്പത്തുണ്ടാക്കിയവൻ അറിയാം എവിടെയാണ് ഫലപുഷ്ടമായ പ്രദേശം, എവിടെയാണ് നല്ല നീരോട്ടമുള്ള പ്രദേശം, ഇതൊക്കെ അറിയാമായിരുന്നു. എന്നാൽ കൗശലം അവിടെ പ്രയോഗിച്ചില്ല. കൗശലം പ്രയോഗിച്ചവൻ ലോത്താണ്. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ ദൈവത്തിന്റെ തോട്ടം പോലെ തോന്നിച്ച പ്രദേശം കണ്ടു എന്ന് പറയാം. എന്താ ഈ ദൈവത്തിന്റെ തോട്ടം? ഏദൻ തോട്ടം.
അതിനൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ പറുദീസ എന്നാണ്. പറുദീസ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കേറെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു വാക്കാണ് പറുദീസ. ഈ അടുത്തിടയ്ക്ക് ഒരു പാട്ടും അങ്ങനെ ഇറങ്ങി, പറുദീസ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഈ പാട്ട് അല്ലെങ്കിൽ ഈ പറുദീസ എന്ന വാക്ക് കേൾക്കുമ്പോൾ വല്ലാതെ ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ഈ പറുദീസ എന്ന് പറഞ്ഞാൽ അവിടെ സങ്കടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, സന്തോഷങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശമാണ്. ദൈവത്തിന്റെ തോട്ടം പോലെ തോന്നിച്ചു. പക്ഷേ അത് കൈക്കലാക്കുവാൻ അവൻ ചില കൗശലം പ്രയോഗിച്ചപ്പോൾ, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൈക്കലാക്കുവാൻ കൗശലം നീ പ്രയോഗിക്കുന്നെങ്കിൽ ഓർക്കുക, പറുദീസയാണെങ്കിൽ പോലും അത് സൊദോം ഗൊമോറയ്ക്ക് സമാനമായ ശാപഭൂമിയായി മാറിപ്പോകും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, ബന്ധങ്ങളിൽ ഛിദ്രതയുണ്ടാക്കിയിട്ട് പറുദീസയ്ക്ക് സമാനമായ ഇടങ്ങൾ സ്വന്തമാക്കുവാൻ ശ്രമിക്കുമ്പോഴും കൗശലം പ്രയോഗിക്കുന്ന നീ ഓർക്കുക, ഈ കൗശലങ്ങൾ നിന്നെ കൊണ്ടെത്തിക്കുക തീർച്ചയായും ശാപഭൂമികളിലേക്ക് ആയിരിക്കും. എന്നാൽ അബ്രഹാം അവിടെ വീണ്ടും നമ്മുടെയൊക്കെ സാക്ഷ്യത്തിന് വേണ്ടി പകർന്നു നൽകുന്ന ഒരു വലിയ ആധ്യാത്മികതയുടെ ബോധ്യമുണ്ട്. വിട്ടുകൊടുക്കുന്നതിലാണ് സ്നേഹത്തിന്റെ പ്രതിച്ഛായ, സ്നേഹത്തിന്റെ പ്രതിഫലനം ഉണ്ടാവുക. വിട്ടുകൊടുക്കലിന്റെ ആധ്യാത്മികതയാണ്. ഇവിടെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യൻ, ഈ ബന്ധം ഊഷ്മളമാകുവാൻ വേണ്ടി, ഈ ബന്ധങ്ങളിൽ അപശ്രുതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അവിടെ ഛിദ്രത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നാം ഇപ്പോൾ പിരിയുക. എന്തു വേണമെങ്കിൽ നിനക്കെടുക്കാം. നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. അത് മാത്രമാണ് ഒരു ഉപാധി വെച്ചിരിക്കുക. ആ മനുഷ്യന്റെ ചിന്തകളിൽ ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, സമ്പത്തല്ല, സ്വത്തുകളല്ല, അതിനപ്പുറമായി ഈ ബന്ധം ഊഷ്മളമായിരിക്കണം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ എപ്പോഴെങ്കിലും കൗശലങ്ങൾ പ്രയോഗിച്ച് പിടിച്ചടക്കുവാൻ നോക്കുമ്പോൾ അത് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും, യാതൊരു സംശയവുമില്ല. എന്നാൽ വിട്ടുകൊടുക്കലിന്റെ വലിയ ബോധ്യം ജീവിതത്തിൽ പെറുമ്പോൾ മൊട്ടക്കുന്നുകൾ, മരുഭൂമിക്ക് സമാനമായ മൊട്ടക്കുന്നുകൾ മാത്രമാണ് അതിന് അബ്രഹാമിന് ശേഷമായി കിട്ടിയതെങ്കിൽ, പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ സമൃദ്ധിയുടെ കൊടുമുടികളിൽ ഈ മനുഷ്യൻ എത്തപ്പെടുകയാണ്. നാമും ചിന്തകളിൽ, നമ്മുടെ ആധ്യാത്മിക ബോധ്യങ്ങളിൽ, നമ്മുടെ മുന്നോട്ടുള്ള ജീവിത പ്രയാണങ്ങളിൽ നാമും സൂക്ഷിക്കേണ്ട വലിയ ബുദ്ധിയുണ്ട്. അല്പലാഭം പെരുഞ്ചേതമാണ്. അല്പലാഭം പെരുഞ്ചേതമാണ്. എന്നാൽ ചില ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ വിട്ടുകൊടുക്കലിന്റെ ആധ്യാത്മികത, വിട്ടുകൊടുക്കലിന്റെ സ്വഭാവം നമ്മിലേക്കൊന്ന് സ്വാംശീകരിക്കാൻ ശ്രമിച്ചാൽ, വിട്ടുകൊടുക്കുമ്പോൾ നിന്നെ കാണുന്നതാരാ? ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്ന, അന്തരിന്ദ്രിയങ്ങളെ പരിശോധിച്ചറിയുന്ന തമ്പുരാന്റെ കണ്ണുകളാണ് നിന്നിലേക്ക് പകർന്നു വീഴുക. ആ തമ്പുരാൻ നിന്നെ കാണുന്നുണ്ട ബോധ്യം നാം ഭരിക്കേണ്ടതുണ്ട്. ഇവിടെ കൗശലങ്ങളിൽ അന്നുവരെ അവന്റെ അനാഥത്വം എന്തെന്നറിയാതെ അവനെ വളർത്തി വലുതാക്കിയ പിതൃതുല്യനായ ഈ മനുഷ്യനെ മരുഭൂമിക്ക് സമാനമായ മൊട്ടക്കുന്നുകളിൽ ഉപേക്ഷിച്ചിട്ട് ഈ മനുഷ്യൻ പോകുവാൻ തയ്യാറാവുകയാണ്. അവിടെയാണ് ലോത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ പരാജയം ആരംഭിക്കുക. അന്നുവരെ അവൻ ആസ്വദിച്ച പരിപാലനങ്ങളുടെ ഇടങ്ങളിൽ അതിന് ഘടകവിരുദ്ധമായി അവൻ ആ മനുഷ്യനെ ഉപേക്ഷിച്ചു പോകുവാൻ തയ്യാറാവുകയാണ്. പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശത്തേക്ക് അവൻ നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ മഞ്ഞളിച്ചു. സമൃദ്ധികൾ കാണുമ്പോൾ, ചില പച്ചപ്പുകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയാൽ പ്രതിസന്ധികൾ രൂക്ഷമാണ്. സന്ദർഭവശാൽ ഒരു ചിന്ത കൂടെ പറയട്ടെ. കർത്താവ് പിറന്ന ബത്ലഹേം ലക്ഷ്യമാക്കി മൂശന്മാർ
യാത്ര തിരിച്ചു. അവർ യാത്ര തിരിച്ചു പോയപ്പോൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നത്, വഴികാട്ടിയായി ഉണ്ടായിരുന്നത് ഗൂഗിൾ മാപ്പോ? ആരാ ഉണ്ടായിരുന്നേ? അന്നത്തെ ഗൂഗിൾ മാപ്പായിരുന്നു. ആരാ? നക്ഷത്രം. ഈ നക്ഷത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ കുറെ ദൂരം പിന്നിട്ടപ്പോൾ ഈ നക്ഷത്രത്തെക്കാൾ തിളക്കമുള്ള ഹെരോദാസിന്റെ കൊട്ടാരം കണ്ടപ്പോൾ അവരുടെ ശ്രദ്ധ മാറി. നക്ഷത്രത്തെക്കാൾ തിളക്കമുള്ള ഹെരോദാസിന്റെ കൊട്ടാരം കണ്ടപ്പോൾ അവർ ആ കൊട്ടാരത്തിലേക്ക് മാറി. ചിന്തകളും മാറി. അവരുടെ ചിന്തകൾ, രാജാവിനെ കാണുവാൻ നമ്മൾ ചെല്ലേണ്ടത് കൊട്ടാരത്തിലല്ലേ? അവരുടെ ചിന്തകൾ മാറി. ഭൗതികമായി ചിന്തകൾ അവരിലേക്ക് കടന്നു വന്നു. നമ്മുടെ മുന്നിൽ നക്ഷത്രങ്ങളായി നമ്മുടെ പൂർവികന്മാരുണ്ടാകും. നമ്മുടെ മുന്നിൽ ജീവിതത്തിന്റെ ഇടങ്ങളിൽ നമ്മെ മുന്നോട്ട് നയിച്ച നമ്മുടെ പൂർവ്വസൂരികളായ പിതാക്കന്മാർ, അവരുടെ ഓർമ്മകൾ നല്ല പ്രകാശമുള്ള നക്ഷത്രങ്ങളായി മുന്നിലുണ്ടാകും. എന്നാൽ ഭൗതികത ഉയർത്തുന്ന അതിനേക്കാൾ തിളക്കമുള്ള ചില നക്ഷത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ പാളിയാൽ ഉണ്ടാകുന്ന പ്രശ്നം, അന്ന് ഹെരോദോസിന്റെ കൊട്ടാരം വലിയ തിളക്കമുള്ളതായി കണ്ട് അവിടേക്ക് അവരുടെ യാത്ര മാറിപ്പോയപ്പോൾ ഒരു കൂട്ടക്കുരുതിക്കാണ് ആ സാഹചര്യങ്ങളിലേക്ക് അവർ ചെന്നെത്തുക. പിന്നീട് നമുക്ക് ചരിത്രം അറിയാം. ഇത്ര വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുവാൻ ആ രാജാവ് ഉത്തരവിടുകയാണ്. നമ്മുടെയും ചില അശ്രദ്ധകൾ കൂട്ടക്കുരുതികളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും, യാതൊരു സംശയമില്ല. ഇവിടെ ഈ മനുഷ്യൻ തിളക്കമുള്ള, നീരോട്ടമുള്ള, പച്ചപ്പ് നിറഞ്ഞ പ്രദേശം കണ്ടപ്പോൾ അന്ന് വരെ വളർത്തി വലുതാക്കിയ ഈ മനുഷ്യനെ മറന്നുപോയി എന്നുള്ളതാണ് അവന്റെ ജീവിതത്തിൽ വീഴ്ചകൾക്ക് കാരണം. വേദപുസ്തകത്തിൽ അനേകം സന്ദർഭങ്ങൾ ഇങ്ങനെയുണ്ട്. ഈ പ്രളയത്തിനൊടുവിൽ, ഇപ്പം കഴിഞ്ഞ പ്രളയമല്ല, വേദപുസ്തകത്തിലെ പ്രളയത്തിനൊടുവിൽ ഈ പെട്ടകത്തിൽ നിന്നും പുറത്തുപോയ ജീവി ഏതാ ആദ്യം പുറത്തുപോയത്? മയിലോ? ആ കാക്ക. എന്നാ കാക്കയാ? മലപ്പുറം കാക്ക. പിന്നെ എന്നാ കാക്കയാ? മലങ്കാക്ക. ആ, മലങ്കാക്ക പോയിട്ട് വന്നായിരുന്നോ? ഇതല്ല, ഇത് പിന്നെ പോയതാളാ. എന്നെ ഇവിടെ വിളിച്ചായിരുന്നു ചോദിച്ചോളൂ വന്നതാ? ഇല്ല. ആദ്യം പോയിട്ട് വന്നായിരുന്നോ? വന്നു. പിന്നെ പോയിട്ട് വന്നില്ല. കാരണം വെള്ളം ഇറങ്ങി. രണ്ടാമത് ആ കാക്കയ്ക്ക് കൺഫ്യൂഷനായി. മൃതശരീരങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. ഏത് കൊത്തി തിന്നണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ആകുലപ്പെട്ടു പോയി. പുത്തൻ വിരുന്നിൽ പഴയ കടപ്പാടിനെ മറന്നുപോയി. ആഹരിക്കുവാൻ ആഹാരം മുന്നിൽ കണ്ടപ്പോൾ, ആഹരിക്കുവാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ കണ്ടപ്പോൾ, മലങ്കാക്കയെപ്പോലെ പലപ്പോഴും നമ്മുടെ ജീവിതം നന്ദികേടിൻ്റെതായി മാറിയിട്ടുണ്ട്. മലങ്കാക്കയ്ക്ക് സമാനമായ നന്ദികേടിന്റെ ആൾരൂപങ്ങളായി ഞാനും നിങ്ങളും മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്വയമായി ഒന്ന് ചിന്തിക്കാം. എപ്പോഴെങ്കിലുമൊക്കെ പുത്തൻ വിരുന്നിൽ സാധ്യതകൾ ദൈവം തുറന്നു തരും, സംശയമില്ല. സാധ്യതകൾ ഇങ്ങനെ തുറന്നു തരും, യാതൊരു സംശയമില്ല. പൂർവ്വസൂരികളായ നമ്മുടെ പിതാക്കന്മാർ, മാതാപിതാക്കൾ നമുക്ക് വേണ്ടി അപ്രകാരം അത്രമേൽ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥന ആര് കേൾക്കും? ദൈവം കേൾക്കും. നിങ്ങളുടെ മുന്നിൽ സാധ്യതകൾ ഇങ്ങനെ തുറന്നു തരും. പക്ഷേ ഈ സാധ്യതകൾ തുറന്നു കിട്ടുമ്പോൾ ഇന്നലകളെ മറന്നു പോകുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അത് വീഴ്ചകളിലേക്കുള്ള നമ്മുടെ പോക്കാണ്. വീണുപോകുവാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു. ആരെങ്കിലും വന്നോ? തിരിച്ച് ഒരാൾ വന്നു. അയാൾ ആരാ? നമുക്ക് സൗഖ്യം വേണോ? ദൈവത്തിന്റെ കൃപ വേണോ? സൗഖ്യം വേണോ? കൃപ വേണോ? കൃപ എന്ന് പറഞ്ഞ ആരാ? മൂത്ത മോളാണോ? അല്ല. പിന്നെ സൗഖ്യം വേണോ? കൃപ വേണോ?
കൃപ വേണം. ഇപ്പോൾ ഒരസുഖം ഉണ്ടെന്ന് വിചാരിക്കട്ടെ, തമ്പുരാൻ വന്ന് മുന്നിൽ നിൽക്കുന്നു. നീ അസുഖവും കൊണ്ട് എന്നും ജീവിക്കും, പക്ഷെ എൻ്റെ കൃപ നിനക്കുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ എന്നാ പറയും? അതെന്നാ പരിപാടിയാണ് കർത്താവേ, ഈ വേദനയെ കൊണ്ട് ഇനി നടക്കാൻ പറ്റുമോ? പൗലോസിനോട് തമ്പുരാൻ പറഞ്ഞത് അതാണ്. എന്താ പറഞ്ഞത്? വേദന വല്ലാതെ വേദനയാണ് കർത്താവേ, ഇതെന്നാ ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ? എന്നാ പറഞ്ഞു? വേദന അവിടെ ഇരുന്നോട്ടെ, പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതി. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് രോഗം മാറാനല്ല, അതിനപ്പുറമായി ഇത് സഹിപ്പാനുള്ള കൃപ നീ എനിക്ക് തരണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിനക്ക് സൗഖ്യം തരും, സംശയമില്ല. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പിതാക്കന്മാർ അങ്ങനെ പഠിപ്പിക്കുക. രോഗസൗഖ്യത്തിനല്ല പ്രാർത്ഥിക്കേണ്ടത്, പിന്നെയോ ഇത് സഹിപ്പാനുള്ള കൃപ. 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു, ഒരാൾ മടങ്ങി വന്നു. 9 പേർ സൗഖ്യപ്പെട്ടവരാണ്, ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അവന് കൃപ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ മടങ്ങി വന്നത്. അങ്ങനെയാ പിതാക്കന്മാർ പഠിപ്പിക്കുക. 9 പേർ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയവരാണ്. പക്ഷേ ആ സൗഖ്യം പൂർണ്ണത വരുത്തണമെങ്കിൽ ദൈവത്തിന്റെ കൃപ കൂടി ജീവിതത്തിൽ അനിവാര്യതയുണ്ട്. ഇവിടെ നന്ദികേട് കാണിച്ച 9 പേർ, ഈ മടങ്ങി വന്ന ആൾ ആരായിരുന്നു? വിജാതീയനായിരുന്നു. ക്രിസ്മസിന് മുമ്പ് നമ്മുടെ ദേവാലയങ്ങളിൽ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. എന്താന്ന് ഓർമ്മയുണ്ടോ? ക്ലൂ തരാം. നമ്മുടെ വീട്ടിലൊക്കെ ഈ വേദഭാഗം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലേക്ക് വന്നാൽ നമ്മൾ എന്തോ ചെയ്യും? അതിങ്ങനെ മറിച്ചു വിടും. കാരണം എന്താ? വായിക്കാൻ പ്രയാസം. എന്താ അത്? ഇത്തിരി കണ്ണിച്ചിരി പുറകോട്ടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എന്താ അത്? വംശാവലി. നമ്മൾ വായിക്കാറുണ്ടോ? ഇല്ല, പ്രയാസമാണ്. എന്തുകൊണ്ടാണ് 42 പിതാക്കന്മാരുടെ പേരുകൾ ഒരു ചങ്ങലയിൽ കൊരുത്തതുപോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക? ഒടുവിൽ പറയുന്നു, അതിന് ഉത്തരം അതിന് ഒടുവിൽ പറയുന്നുണ്ട്. എന്താ? ഇവരിൽ നിന്ന് ക്രിസ്തു ജനിച്ചു എന്ന് പറയുവാൻ. ക്രിസ്തു ജനിച്ചു എന്ന് പറയുവാൻ. ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് കുടുംബ യോഗങ്ങളുടെ അതിപ്രസരം ഉണ്ടായിരുന്നു. കുടുംബയോഗം വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കുടുംബയോഗങ്ങൾ നല്ലതാണ്. ഒന്ന് ഒരുമിച്ച് ചേരുവാനും, ആളുകൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ സ്ഥിതി വിവരങ്ങൾ അറിയുവാനും, അവരെ ഒന്ന് ഒരു കൈത്താങ്ങൽ കൊടുക്കുവാനൊക്കെയുള്ള ഒരു ഏർപ്പാടാണ് ഈ കുടുംബയോഗങ്ങൾ ബോധ്യം. അതോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമ്മേളനങ്ങൾ മാത്രമാണോ എന്നുള്ളതും ചിന്തിക്കേണ്ടതുണ്ട്. ഈ കൊറോണയ്ക്കൊക്കെ മുമ്പാണെങ്കിൽ വലിയ ഹോളുകൾക്ക് വാടകയ്ക്കെടുത്ത് വലിയ മൈതാനങ്ങളൊക്കെ ബുക്ക് ചെയ്തായിരുന്നു ഈ പരിപാടി നടത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും തുടങ്ങിയെന്നാണ് എൻ്റെ ബോധ്യം. ഈ കുടുംബയോഗങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പൊക്കെ തമ്പുരാന്റെ വംശാവലി, അതായത് കുടുംബയോഗത്തിന്റെ ലിസ്റ്റൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. 4 സ്ത്രീകളെ ഈ കുടുംബയോഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെയാ? 4 സ്ത്രീകൾ നമ്മളുണ്ടെന്നേ. ആരൊക്കെയാ? താമാർ, രാഹാബ്, ബത്സേബ, രൂത്ത്. 4 സ്ത്രീകൾ. രാഹാബ് എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് വേദപുസ്തകം പറയുക, വേദപുസ്തകത്തിന്റെ സാക്ഷ്യം വേശ്യ എന്നാണ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ എങ്ങാനും കുടുംബയോഗത്തിന്റെ ഇൻവിറ്റേഷൻ ലിസ്റ്റിൽ പേര് വരുമോ? ഒരിക്കലുമില്ല. രണ്ടാമത്തവൾ താമാർ. ആരാണ് താമാർ? താമാർ നിയോഗങ്ങളുടെ ഭാഗമായി എങ്കിലും ആണെങ്കിൽ പോലും ശ്വശുരനെ പ്രണയിച്ചവൾ എന്നാണ് പറയുക. ആരാണ്? ശ്വശുരനെ പ്രണയിച്ചവൾ. ശ്വശുരൻ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മാവിയപ്പനാണ് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ശ്വശുര എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കരുത്. കാരണം വരാത്ത ശ്വശുരന്മാർ വീട്ടിലുണ്ട്, അവർക്ക് ചിലപ്പോൾ പിടി കിട്ടിയെന്ന് വരില്ല. അമ്മാവിയപ്പനെ പ്രണയിച്ചവൾ. മൂന്നാമത്തവൾ ആരാ? ബത്സേബ. ആരാണ് ബത്സേബ? ഊരിയാവിന്റെ ഭാര്യ ആയിരുന്നവൾ, ദാവീദിന്റെ ഭാര്യ ആയവൾ. ഭർത്താവിന്റെ വിലാപകാലം കഴിയുന്നതിന് മുമ്പ് രാജാവിന്റെ പട്ടമഹിഷിയാകുവാൻ തയ്യാറായവൾ. കുഴപ്പമാണോ? കുഴപ്പമില്ലേ? ഉണ്ട്. നമ്മുടെ ലിസ്റ്റ് കയറുമോ? ഇല്ല. നാലാമത്തവൾ കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല, കുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ആരായിരുന്നു? രൂത്ത്. അവൾ വിജാതി സ്ത്രീയായിരുന്നു. നമ്മുടെ ഇൻവിറ്റേഷൻ ലിസ്റ്റിൽ 4 പേര് പെടുമോ? ഇല്ല. പക്ഷേ മാലാഖമാർ പാടിയ സംഗീതം അത് പ്രസക്തമാണ്. അവിടെ പറയുന്നു, അവിടെ എന്താ പറയുക? ഇത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്.
ഇത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. അതുകൊണ്ട് വേർതിരിവുകളില്ല. അവന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ വേർതിരിവുകളില്ല. നീ വന്നത് ബെൻസിലാണോ അതോ സൈക്കിളിലാണോ എന്ന് അവൻ നോക്കാറില്ല. അവൻ എന്ത് നോക്കൂ? നിന്റെ ഹൃദയത്തെ നോക്കും. അവന്റെ നോട്ടം നിന്റെ ഹൃദയത്തിലേക്കാണ്, നിന്റെ ചിന്തകളിലേക്കാണ്, നിന്റെ നിലവുകളിലേക്കാണ്. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയി. ഒരുവന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു. കാരണം മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ യോഗ്യനല്ല. പക്ഷേ ദൈവതിരുസന്നിധി നിന്നുകൊണ്ട് യോഗ്യത മാത്രം എണ്ണിപ്പറയുവാൻ തുനിഞ്ഞവനോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന സ്വീകാര്യമല്ല. ദൈവതിരുസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ യോഗ്യതകൾ എണ്ണിപ്പറയുവാൻ നീ തുനിയുമ്പോ ഓർക്കുക, നിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം യോഗ്യതകൾ നീ പറയേണ്ടതല്ല, പിന്നെയോ നിന്നെ നോക്കി തമ്പുരാൻ പറയേണ്ടതാണ്. നഥാനിയേലിനെ നോക്കി തമ്പുരാൻ പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവരിൽ കപടമില്ല. യോഗ്യത ആര് നിർണയിക്കണം? യോഗ്യത ആര് നിശ്ചയിക്കണം? നമ്മളല്ല നിശ്ചയിക്കേണ്ടത്. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ പാവപ്പെട്ടവനെ പോലെയല്ല, ഈ പറയുന്ന ഈ ശേഷം കാണുന്ന ആളുകളെ പോലെയല്ല. ഞാൻ പ്രസാരം കൊടുക്കുന്നുണ്ട്, ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. ദേവാലയത്തിന്റെ ഇടങ്ങളിൽ അതിന്റെ ചിന്തകളിലൊക്കെ ഭരണ സംവിധാനങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോ നമ്മൾ പലപ്പോഴും നമ്മൾ ഉയർത്തി വെക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇന്നത കൊടുത്തു, എന്റെ കുടുംബത്തിൽ ഇന്നത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, യോഗ്യതകൾ എണ്ണിപ്പറയേണ്ടത് ആരാ? അവനാണ് പറയേണ്ടത്. അവൻ നോക്കി പറയണം. അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കി പറയണം, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. നാം അല്ല പറയേണ്ടത്. യോഗ്യതകളെ നിരത്തുമ്പോൾ ഓർക്കണം, ഈ യോഗ്യതകൾ എനിക്ക് തന്നതാരാണ്? അതുകൊണ്ടാണ് പൗലോസ് എപ്പോഴും പറയാൻ ശ്രമിച്ചത്, ലഭിച്ചതല്ലാതെ ഒന്നുമില്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സ്കോളർമാരെക്കാളും എല്ലാ പണ്ഡിതന്മാരെക്കാളും പണ്ഡിതനായിരുന്നു പൗലോസ്. എല്ലാ അർത്ഥത്തിലും പണ്ഡിതനായിരുന്നു പൗലോസ്. പറഞ്ഞു, ക്രിസ്തു നിമിത്തം ഞാനിതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. അതാണ് സമർപ്പണം. ജീവിതത്തിൽ സമർപ്പണം, അതാണ് അവൻ നോക്കിക്കാണുക. എന്തുകൊണ്ടാണ് നമ്മുടെ അനുസരണം അവൻ കാണാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഭക്തി ജീവിതം അവൻ കാണാതെ പോകുക? എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതം അവൻ കാണാതെ പോകുന്നത്? കാരണം എന്താ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താ കാരണം? അതിൽ പൂർണ്ണത കൈവരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ചഞ്ചലപ്പെട്ടു പോകുന്നു. സ്വാർത്ഥത എങ്ങനെയൊക്കെയോ നമ്മളിലേക്ക് കടന്നു വരുന്നു. പോട്ടെ, നമ്മുടെ ചിന്തകളിലേക്ക് മടങ്ങി വരാം. ഈ മനുഷ്യൻ പരാജയപ്പെട്ടു പോകാനുള്ള പ്രധാന കാരണം പുത്തൻ വിരുന്നിൽ പഴയ കടപ്പാടിനെ മറന്നുപോയി. നമുക്കും ജീവിതത്തിൽ സാഹചര്യങ്ങളും സാധ്യതകളും ഉയർന്നു വരുമ്പോൾ നാം മറവിക്കാരായി മാറുന്നു. മറവി രോഗമാണ് അല്ലേ? ആണോ? മറവി രോഗമാണ്. 3 തലങ്ങളിലാണ് പ്രധാനമായും മറവി രോഗത്തെ പറയുക: ഡിമെൻഷ്യ, അംനേഷ്യ ആൻഡ് അൽഷിമേഴ്സ് അല്ലേ? ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ഈ വാർദ്ധക്യത്തിലുണ്ടാകുന്നൊരു തരം പ്രശ്നമാണ്. നമ്മൾ ഈ പ്രായമുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും, ഒന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല അച്ഛാ എന്ന് പറയും. ചുമ്മാതാ ഒരു തരി ഇട്ട് കൊടുത്താൽ മതി, അന്നേരം മൊത്തം വരും. അന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പറയും അല്ലേ? അതൊന്നും മറന്നുപോയതല്ല, ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഇനി വരും. രണ്ടാമത് അംനേഷ്യ, അത് ലോങ് ടൈം മെമ്മറി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. കുട്ടിക്കാലമൊക്കെ ഓർമ്മയുണ്ടാകും, പിന്നീട് ഉള്ളതൊക്കെ ചിലപ്പോഴൊക്കെ ഓർത്തെടുക്കാൻ പ്രയാസമാണ്. മൂന്നാമത്തതാണ് അൽഷിമേഴ്സ് അല്ലേ? നമ്മൾ പലപ്പോഴും അത് ഇങ്ങനെ സിനിമാ രംഗങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അൽഷിമേഴ്സ്. ഇന്നൊത്തിരി അൽഷിമേഴ്സ് രോഗികളുണ്ട്. ഈ അടുത്ത കാലത്ത് കുറച്ചേറെ നാൾ മുമ്പ് മോഹൻലാൽ അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു, അൽഷിമേഴ്സ് അല്ലേ? എന്തുവായിരുന്നു പേര് മറന്നുപോയി. തന്മാത്ര. ഉൽപ്പത്തി പുസ്തകത്തെ ചോദിച്ചപ്പം മിണ്ടാതിരുന്ന ആളുകൾ ഇപ്പൊ ശരിയായി, ഇപ്പോഴാ ഓർമ്മ വന്നല്ലേ? നോട്ടെ, തന്മാത്ര. ഈ അൽഷിമേഴ്സ് ബാധിച്ച ഒരു അമ്മച്ചിയെ കാണാൻ മക്കളോടൊപ്പം ഞാനും പോയി. 3 പെൺമക്കളാണ്. പെൺമക്കൾക്കൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാം വിദേശത്താണ് ജോലി സംബന്ധമായി ഉള്ളത്. ഇപ്പം കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചി നല്ല ഒരു കേന്ദ്രത്തിൽ തന്നെ അവരെ പുനരധിവസിപ്പിച്ചിരിക്കുകയാണ്. ഈ അൽഷിമേഴ്സ് ബാധിച്ചവർക്ക് കുഴപ്പമുണ്ട്. അവർ ഈ വസ്ത്രം ചിലപ്പോഴൊക്കെ ഊരിക്കളയും, ചിലപ്പം ധരിക്കാൻ മറന്നുപോകും.
പിന്നെ ഇറങ്ങി നടന്നു പോകും. എങ്ങോട്ടാ പോകണമെന്നറിയില്ല. ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചിക്ക് അവസാനം ഓർമ്മയുണ്ടായിരുന്നത് വീടിനടുത്തുള്ള ഒരു കുരിശടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർ കട്ടിലിൻ്റെ കാലുകളിലൊക്കെ ഈ ഒരു കാലുകളൊക്കെ ഒന്ന് കെട്ടി ഇടുന്ന പതിവുണ്ട്. ഇവരുടെയൊക്കെ കൺസെൻറ്റോട് കൂടിയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഈ അമ്മച്ചിയുടെ കയ്യിൽ കെട്ടിയ പാടുകളൊക്കെ കൊണ്ട് അഴിച്ചു സുന്ദരിയായിട്ട് ഇരുത്തിയിരിക്കുക. ആരോഗ്യപരമായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഭംഗിയായി ഇരിക്കുന്നു. ഇളയ മകൾ അമ്മയോട് വാചാലയായി എന്നെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, അച്ഛനെ കണ്ടിട്ടുണ്ടോ, അച്ഛനെ അറിയാമോ, ധാരെ വന്നേക്കെന്ന് നോക്കിയാട്ടെ. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. കുറേയേറെ നേരം ഇങ്ങനെ കേട്ടിരുന്നിട്ട് ഈ അമ്മ ഒന്ന് നെടുവീർപ്പിട്ടിട്ട് ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, കുഞ്ഞെ നീ ഏതാ? അതാണ് അൽഷിമസിൻ്റെ കുഴപ്പം. ഈ അമ്മ നൊന്ത് പ്രസവിച്ചവളാണ് അവൾ. അൽഷിമസിൻ്റെ കുഴപ്പം ഇതാണ്, നമ്മെ ബാധിച്ചിരിക്കുന്നത് സ്പിരിച്വൽ അൽഷിമസാണ്. നടത്തി പരിപാലിക്കുന്ന വിധങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. തമ്പുരാൻ തന്ന നന്മകളൊക്കെ ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നുണ്ട്. വല്ലാതെ മറവി നമ്മളെ ബാധിച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനയുണ്ട്, കർത്താവേ നിന്റെ നന്മകൾ തിരിച്ചറിയുവാൻ ഇവർക്ക് ബോധം നൽകണമേ എന്നൊരു പ്രാർത്ഥന. ആ അർത്ഥത്തിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെ ഉയരുന്നുണ്ട്. നമ്മൾ ആ സമയത്തൊക്കെ നമ്മുടെ ബോധം ഇവിടെ ഉണ്ടെങ്കിൽ കേൾക്കാം, അല്ലേ? ബോധമില്ലാതെ വരുമ്പോൾ തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് ശുശ്രൂഷക്കാരും അച്ഛനും ഒക്കെ ഓർപ്പിക്കും, ലെറ്റ് us stand well. എന്താ സ്തൗമൻകാലസ് എന്ന് പറയും, അല്ലേ? പ്രാർത്ഥന ആരാധനയിടങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, എന്താ സ്തൗമൻകാലസ് എന്ന് പറയും. എന്താ പറയുക? നാം നല്ലവണ്ണം നിൽക്കണം. ഈ സ്തൗമൻകാലസ് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും അനിവാര്യതയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു സ്തൗമൻകാലസ് കൊടുക്കണം. എന്താ? നാം നല്ലവണ്ണമായിരിക്കണം. ഈ നല്ലവണ്ണമായിരുന്നോണ്ട് തന്നെ പറയണം, ബോധങ്ങളൊക്കെ മറഞ്ഞു പോയപ്പോൾ ഈ സ്തൗമൻകാലസ് ഒന്ന് കേൾക്കണം. കേട്ടിട്ടൊന്ന് നേരെ നിന്നിട്ട് പറയണം, കർത്താവേ കരുണയുണ്ടാകണം. എന്താ പറയുക? സ്തൗമൻകാലസ് പറയുമ്പോൾ പ്രതിവാക്യം എന്താ? കർത്താവേ എന്നോട് കരുണയുണ്ടാകണം. വെറുതെ പറയാനല്ല. സ്തൗമൻകാലസ് കൂടെ എന്തായാലും ഒരു കുറിയലാഴ്ച ഇട്ടേക്കാം എന്ന് പറഞ്ഞു കൊടുക്കാനല്ല. പിന്നെയോ ഇതെല്ലാം ബോധത്തോടു കൂടിയാണ് പിതാക്കന്മാർ എഴുതി വെച്ചത്. ഞാൻ നല്ലവണ്ണം നിൽക്കണമെന്ന് പറയുമ്പോൾ നല്ലവണ്ണം നിന്നിട്ട് വേണം പറയണം, കർത്താവേ കരുണ തോന്നണം. വീണ്ടും പുരോഹിതൻ ഓർപ്പിക്കും, നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഒക്കെ ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. അപ്പൊ എന്നെ പറയണം, ആ ബോധം അവിടെ കൊണ്ടുവച്ചിട്ട് പറയണം, എന്താ? ഇടയ്ക്കൊന്ന് പോയി, ഇടയ്ക്ക് കൂട്ടുകാരിയുടെ പട്ടുസാരിയിലേക്ക് പോയി, ഇടയ്ക്ക് ഇതുവരെ കാണാത്ത ഒരാൾ വന്നു നിന്നും ഇവളെന്താ ഇപ്പം ഇവിടെ നിൽക്കുന്നേ, ചിന്തകൾ പോയി, അല്ലേ? ഒരു ചിന്ത, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. തൻ്റേതല്ലാത്ത കാരണങ്ങളാലോ തൻ്റേതായ കാരണങ്ങളാലോ, വിവാഹാലോചനയല്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ട് പള്ളിയിൽ കയറാതിരുന്ന ഒരാൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുതിയ വികാരിയച്ഛൻ, ആ വികാരിയച്ഛനെ പോയിട്ട് പുതിയ വികാരിയച്ഛൻ വന്നപ്പോൾ അവനോട് സംസാരിച്ചതിൽ വെളിച്ചത്തിൽ അവനൊന്ന് പള്ളിയിൽ വന്നു. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും എവിടെ ഇരിക്കും? എവിടെ ഇരിക്കും? ഇയാളിൽ തന്നെ വല്ലാതെ ഇരിക്കും. പിന്നെ ഈ ബോധം എങ്ങോട്ട് പടരും? അടുത്തിരിക്കുന്ന ആളെ ചൂണ്ടും, കണ്ടു വന്നിട്ടുണ്ട്, എന്നെ പറ്റി ചോദിക്കത്തില്ലേ? അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ എഴുതി വെച്ചു, ഇടയ്ക്ക് അച്ഛാ പറഞ്ഞു നോക്കണം, എന്താ? നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും എവിടെ ഇരിക്കണം? ഉന്നതങ്ങളിലായിരിക്കണം എന്ന് പറഞ്ഞേക്കണം. അപ്പോ മക്കളെ നിങ്ങൾ പറയണം, എന്താ? ബോധമോടെ കൊണ്ടുവച്ചിട്ട് പറയണം, കർത്താവേ ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും അവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ സമാധാനം വെറുതെ വരുന്നതല്ല. കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയിൽ നിന്നും ആവാസം ചെയ്ത് അതിൽ ആഘോഷിപ്പിച്ച് അതിൽ നിന്നും ആകിരണം ചെയ്ത് നിങ്ങളിലേക്ക് പകർന്നു തരുന്നതാണ് പുരോഹിതനിലൂടെ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയും, അവിടത്തേക്ക് ഇരുന്നോട്ടെ, ഞങ്ങൾ വെറുതെ ഒന്നും തരണ്ട, അങ്ങോട്ടും ഇരുന്നോട്ടെ. ആണോ? അങ്ങനെ പറയുക ആണോ? അതങ്ങനെയല്ല. അതൊന്ന് സ്വാംശീകരിച്ചതിന് ശേഷം പറയണം, അങ്ങയുടെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മുടെ ആരാധനകൾ സ്വാർത്ഥതകളും നമ്മെ ബാധിക്കുന്നുണ്ട്. ചില ചാഞ്ചല്യങ്ങളും നമ്മെ ബാധിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകണമെങ്കിൽ ബോധപൂർവം ദൈവതിരുസന്നിധിയിൽ ആരാധനയിൽ ആയിരിക്കണം.
ദൈവത്തിൻ്റെ വിശേഷണങ്ങളിൽ പറയുക, പാപപരിഹാരം നൽകുന്നവനാണ്, വെടിപ്പാക്കുന്നവനാണ്. പിന്നെയോ ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുകയും പിന്നീടുള്ള കുഴപ്പം എന്താ, അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമാണ്. നമുക്കില്ലാത്തൊരു സ്വഭാവം അവിടെയാണ്. എന്താ, നമ്മൾ ക്ഷമിക്കും പക്ഷെ മറക്കില്ല. ദൈവം അങ്ങനെയല്ല, ക്ഷമിക്കും മറക്കും. നമ്മളോ ക്ഷമിക്കും പക്ഷേ ഏതെങ്കിലും ഒരു അവസരം വരുമ്പം അല്ലേലും അതാണ് കുഴപ്പം. നമ്മൾ ക്ഷമിക്കും പക്ഷെ മറക്കൂല. ദൈവം അങ്ങനെയല്ല, ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്നവനാണ്. ചിന്തകളിലേക്ക് വരാം. മറക്കേണ്ടവ മാത്രം മറക്കാൻ നമുക്ക് ശീലിക്കാം. ബന്ധങ്ങൾ ഇങ്ങനെ ഒരു സുഗന്ധക്കൂട്ട് പോലെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ഒന്നാമതവ മറന്നുപോയ കാര്യം, പുതിയ വിരുന്നിൽ പഴയ കടപ്പാടിനെ മറന്നുപോയി. രണ്ടാമത്, തല ഉയർത്തി നോക്കിയപ്പോൾ മനസ്സിൽ അവൻ കണ്ടത് ദൈവത്തിന് തോട്ടം പോലെ തോന്നിച്ച പ്രദേശം അല്ലേ? ദൈവത്തിന് തോട്ടം പോലെ തോന്നിച്ച പ്രദേശം. സമയം പോകുന്ന എൻ്റെ ബോധ്യം. 11:10 പോണ്ടേ, വീട്ടിൽ പോണ്ടേ? ദൈവത്തിന് തോട്ടം പോലെ തോന്നിച്ച പ്രദേശം കണ്ടപ്പോൾ അവൻ ചില സ്വപ്നങ്ങളിലേക്ക് വഴിമാറുകയാണ്. എന്താ സ്വപ്നം? അന്ന് വരെ ഓരോ കാര്യങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരാളുണ്ടായിരുന്നു, വയോധികനായൊരു മനുഷ്യൻ അല്ലേ? കൃഷിക്കും കച്ചവടത്തിനും ഒക്കെ എന്തുണ്ട്? ചില നിയമങ്ങളുണ്ട്, ചില നെറികളുണ്ട്. എന്നാൽ ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ആരാ? ഈ മനുഷ്യനാണ്. ഇനി നിയന്ത്രിക്കാൻ ആരുമില്ല, ഒന്നാമത്തെ കാര്യം. 2, ഇഷ്ടം പോലെ കച്ചവടം നടത്താം, ഇഷ്ടം പോലെ കൃഷി ചെയ്യാം, എന്തും കൃഷി ചെയ്യാം. ഇതിന്റെ ഓഹരി ഇനി ആർക്കും കൊടുക്കേണ്ടതില്ല. പക്ഷേ അവൻ മനസ്സിൽ ചിന്തിക്കാതെ പോയ കാര്യം, സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, അവൻ പണം സമ്പാദിച്ചു, അനുഭവിക്കുമെന്നോ ചിന്തിച്ചില്ല. സങ്കീർത്തനക്കാരൻ ബോധ്യപ്പെടുത്തുന്നതാണ്, ഓർമ്മപ്പെടുത്തുന്നതാണ്. അവൻ ധനം സമ്പാദിക്കുന്നു, പക്ഷേ അനുഭവിക്കുമെന്നവൻ ഓർത്തില്ല. ഇത് കന്നുകാലികളെ വളർത്തുവാൻ പറ്റിയ ഇടമാണെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ അവൻ മറന്നുപോയ കാര്യം, ഇത് മക്കളെ വളർത്താൻ പറ്റിയ ഇടമാണോ എന്ന് ചിന്തിക്കാൻ മറന്നുപോയി. ഇത് കന്നുകാലികളെ വളർത്തുവാൻ പറ്റിയ ഇടമാണ്, പക്ഷേ ഇത് മക്കളെ വളർത്താൻ പറ്റിയ ഇടമാണോ എന്നുള്ളതാണ് ചിന്തിക്കാൻ മറന്നുപോയത്. ലോകത്തിന് എത്ര മക്കളാ? 2 പെൺമക്കളാണ്. നമ്മളൊരു പാട്ടിൻ്റെ ഒരു വരി പാടിയാൽ കറക്റ്റാ അവരെ കുറിച്ചുള്ള ആശയം കിട്ടും. വേദപുസ്തകം, ഞാൻ പറഞ്ഞല്ല, വേദപുസ്തകം പറയുന്നത് എന്താ, ഇതുപോലൊരു ജാതി ഉണ്ടോ? കേട്ടിട്ടില്ലയോ? ആ പാട്ട് പാടിയാൽ മതി എന്നാ പറയാം. എന്താ, ഇത്രപോളം വഷളരായ 2 പെൺമക്കൾ. ഈ പെൺമക്കളെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞ കാര്യമാണ്. വഷളരായ 2 പെൺമക്കൾ. ഈ ലോകത്തെന്ന് പറയുന്ന മനുഷ്യന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ പെൺകുട്ടികളാണ്. ജീവനും വാരി പിടിച്ചുകൊണ്ടൊരു ഓട്ടമുണ്ട്. അവസാനം ലോത്ത് ചതിച്ച് കൗശലത്തിൽ എല്ലാം നേടിക്കഴിഞ്ഞ് മുട്ടക്കുന്നുകളിൽ ഉപേക്ഷിച്ചു പോയ വയോധികനായ അബ്രഹാം ആ പകയൊന്നും മനസ്സിൽ വച്ചില്ല. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിലോ? വീഴ്ചയിൽ വല്ലാതെ നൊമ്പരപ്പെട്ടപ്പോഴൊക്കെ അവൻ പിന്നീടും ആശ്രയിച്ചത് ആരെയാ? അബ്രഹാമിനെയാണ്. അബ്രഹാം അപ്പോഴും ദൈവത്തോട് മധ്യസ്ഥത യാചിച്ചുകൊണ്ടിരുന്നു. ആ മധ്യസ്ഥതയുടെ ഒടുവിലാണ്, ഇനിയും നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ മലയുടെ മുകളിലേക്ക് പോയിക്കൊള്ളുക, ആ പർവ്വതത്തിലേക്ക് കയറിക്കൊള്ളുക, അവിടെ രക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയും ഈ കൽപ്പനകൾക്കൊക്കെ അവൻ വല്ലാതെ നിഷേധം കാണിക്കുന്നുണ്ട്. ലോത്ത് പറയുക, എനിക്ക് പ്രായമൊക്കെ ആയി, ഇനി ഈ മലയിൽ കയറാനൊന്നും എന്നെ കിട്ടുകയില്ല, ഇനി അതുകൊണ്ട് എന്ത് വേണം, ഞാൻ ഈ ഗുഹയിൽ പാർത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഗുഹ ലക്ഷ്യമാക്കിയാണ് പോവുക. അവിടെയും പിതാക്കന്മാർ ചില ചിന്തകൾ വയ്ക്കുന്നുണ്ട്. ഈ പർവ്വതത്തിന്റെ സാന്നിധ്യത്തിൽ എന്തുണ്ട്? സങ്കീർത്തനത്തിൽ 2 സങ്കീർത്തന ഭാഗങ്ങളുണ്ട്. ഒന്ന് ആരോഹണ ഗീതം എന്നും അവരോഹണ ഗീതം എന്നും. എന്തല്ലേ? എന്താ അത്? എഴുതിയവരുടെ പേരാണോ? അല്ല. സമയം പോകുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദ്യം നിർത്തുക. നന്നായച്ച ആണോ? ഇല്ല, കൊട്ടാരക്കരയിൽ നിന്ന് വന്നിരിക്കുക ഈ മനുഷ്യൻ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രം ആണോ? അല്ല. ചോദ്യം നിർത്തുക എന്ന് പറഞ്ഞിട്ട് 3 ചോദ്യം പിന്നെയും ചോദിച്ചു. ആരോഹണഗീതം എന്ന് പറഞ്ഞാൽ കയറിപ്പോകുമ്പോൾ പാടുന്ന പാട്ട്. എവിടെ കയറിപ്പോഴുമ്പോഴാ?
ദേവാലയത്തിൽ പോകുമ്പോൾ പാടുന്ന പാട്ട്. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തെങ്കിലേക്ക് ഉയർത്തുന്നു. അവിടെ എന്തുണ്ട്? ദൈവസാന്നിധ്യമുണ്ട്, ദൈവാലയമുണ്ട്. അപ്പോ ദേവാലയത്തിൽ പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴും പാട്ടുകളുണ്ട്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ പർവ്വതത്തിലേക്ക് പോയി കയറിപ്പോകാൻ പറഞ്ഞത് എന്താ? ദേവാലയത്തിന്റെ അനന്തമായ സാധ്യതകളിലേക്കാണ് പോകാൻ പറഞ്ഞത്. എന്നാൽ ദേവാലയത്തിന്റെ അനന്ത സാധ്യതകളെ വിട്ടിട്ട് ചില ഗുഹകളിൽ അഭയം തേടിയപ്പോൾ അവിടെ ഉണ്ടായത് അപച്യുതിയാണ്, വീഴ്ചകളാണ്. നമ്മുടെയും ജീവിതത്തിൽ ഓർക്കുക, ഇന്നിന്റെ ജീവിതങ്ങളിൽ ഓർക്കുക, ദേവാലയത്തിന് അനന്തമായ സാധ്യതകളെ വിട്ടിട്ട് ചില ഗുഹകളാകുന്ന തട്ടിക്കൂട്ടിടങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ അപജയമുണ്ട്, അപജയം സംഭവിക്കുന്നുണ്ട്. ഇവിടെ പർവ്വതത്തിലേക്ക് മുകളിലേക്ക് കയറുവാൻ പറയുമ്പോൾ അവൻ മറുതലിച്ചിട്ട് ഗുഹകളിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ ജീവിതത്തിന്റെ അപച്യുതി, മൂല്യച്യുതി സംഭവിക്കുന്നുണ്ട്. അവിടെയാണ് ഈ പെൺമക്കൾ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് മത്തനായി കിടത്തിയിട്ട് അവനിൽ നിന്നും ഗർഭവതികളാകുന്നത്, അവനോടുകൂടെ ശയിക്കുന്നത്. ജീവിതത്തിൽ ഇത്രയേറെ വഷളത്വം, അതാണ് ഏറ്റവും പ്രബലമായ വഷളത്വം എന്ന് പറയുക. ഇത് മക്കളെ വളർത്തുവാൻ പറ്റിയ ഇടമാണോ എന്ന് ചിന്തിക്കുവാൻ ഈ മനുഷ്യൻ മറന്നുപോയി. സമ്പത്തുകൾ വാരിക്കൂട്ടുക, പക്ഷേ ഇത് തലമുറയ്ക്ക് അനുഭവിക്കാൻ യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പോട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം അവസാനിപ്പിച്ചതാ, പിന്നെയും ചോദിക്കുക. ഈ ശേഷിപ്പുകൾ നമുക്ക് വേണോ? മനസ്സിലായില്ല. ബാങ്ക് ബാലൻസുകൾ നമുക്ക് വേണോ? വേണോ? മിണ്ടുന്നില്ല. ഉണ്ടെന്ന് തോന്നുന്നു ചിരി. വേണം, എൻ്റെ അഭിപ്രായം അതാ, വേണം. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. ഇതുണ്ടാകണമെങ്കിൽ, ഇത് തയ്യാറാകണമെങ്കിൽ അതിന് ചില തയ്യാറെടുപ്പുകൾ നാമും തയ്യാറാക്കേണ്ടതുണ്ട്. എന്താണ് ആ തയ്യാറെടുപ്പ്? 5 അപ്പം കൊണ്ട് 5000 പേര്, 7 അപ്പം കൊണ്ട് 7 അപ്പം കൊണ്ട് മിണ്ടുന്നില്ല. 5 അപ്പം കൊണ്ട് അതെന്തായാലും അറിയാം. 7 അപ്പം കൊണ്ട് അതെന്നാ കണക്കാണ്? കർത്താവിന് കണക്കല്ല ഇതുപോലെയാ. നമ്മൾ വിചാരിക്കും 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. അതല്ല, കമ്പുരാന്റെ കണക്ക് വേറെയാ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചല്ലോ. എത്ര കുട്ട നിറച്ചെടുത്തു? 12 കുട്ട. എങ്ങനെ നിറച്ചെടുത്തു? അതെന്നാ ചോദ്യം വെച്ചാൽ അവര് ചിലപ്പോൾ വാരി നിറച്ച് കാണും, പിറക്കിയിട്ട് കാണും, അല്ലേ? എങ്ങനെ നിറച്ചെടുത്തു? ശേഷിപ്പുകളുടെ കാര്യം ഞാൻ പറയുക. ബാങ്ക് ബാലൻസ് 12 കുട്ട അവർ നിറച്ചെടുത്തു. പക്ഷെ അവരെങ്ങനെ നിറച്ചെടുത്തു? അതാണ് ചോദ്യം. ആ നിറപ്പിലാണ് കുഴപ്പം. നമ്മൾ വാരി നിറച്ചതാണോ? അതിനപ്പുറമായി സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം കൂടി ചേർത്ത് വെച്ചിട്ടാണ് നിറച്ചത്. എന്താ ചേർത്ത് വെച്ചത്? ഭക്ഷിച്ച് തൃപ്തരായ ശേഷം. അവിടെയാണ് കുഴപ്പം. ഭക്ഷിച്ച് തൃപ്തരായ ശേഷം ശേഷിച്ചവ 12 കുട്ടകൾ നിറച്ചെടുത്തു. അവിടെയാണ് ശേഷിപ്പുകൾക്ക് മുമ്പ് നാം തയ്യാറാകേണ്ടത്. തയ്യാറെടുപ്പുണ്ട്. ഈ തയ്യാറെടുപ്പാണ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യത. അയൽപക്കങ്ങളിൽ ആരുടെയെങ്കിലും വായിൽ നിന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ നിന്റെ ബാങ്കിൽ പണം പെരുകുന്നുവെങ്കിൽ അത് നീ ആർജിച്ചതല്ല, നീ നേടിയതല്ല, പിന്നെയോ തട്ടിപ്പറിച്ചതാണ്. അവന്റെ ഉപജീവന മാർഗങ്ങളിൽ നിന്ന് നീ തട്ടിപ്പറിച്ചതാണ്. നേരിട്ടൊന്നും തട്ടിപ്പറിച്ചിട്ടില്ല. പിന്നെയോ അവന്റെ വിശപ്പടങ്ങാതെ, അവൻ തൃപ്തനാകാതെ നീ ഏതെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നീ തട്ടിപ്പറിച്ചതാണ്, നീ അപഹരിച്ചതാണ്. ഈ പറയുന്ന ഈ പൊക്ക കുറഞ്ഞ മനുഷ്യന്റെ പേരെന്നാ? സുമേഷ്. സക്കായി നേരിട്ടൊന്നും ആരിൽ നിന്നും ഒന്നും അപഹരിച്ചതൊന്നുമല്ല. പിന്നെയോ അവന്റെ ഒന്നും ജീവിത സാഹചര്യങ്ങളൊന്നും നോക്കാതെ കൊടുത്ത കാശിന്റെ പലിശ ഇരട്ടിയായി അവൻ മേടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവൻ നോക്കണമായിരുന്നു, ജീവിതങ്ങളിൽ വിശപ്പിന്റെ വിളി വല്ലാതെ ഭയങ്കരമായി ഒരു നൊമ്പരമായി ഉയർന്നിട്ടുണ്ടോ എന്ന് നോക്കണമായിരുന്നു. ലാസർ പട്ടിണി കിടന്ന് മരിച്ചു, ധനവാനും മരിച്ചു. ലാസർ സ്വർഗത്തേക്ക്, ധനവാൻ നരകത്തേക്ക്. ധനവാൻ
ഒരു കുഴപ്പക്കാരനാണെന്നൊന്നും വേദപുസ്തകം പറയുന്നില്ല. അവൻ മോഷ്ടിക്കാൻ പോയിട്ടില്ല, അവൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, അവൻ ഒന്നും ഒരു പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായിട്ടാണെന്നല്ല. ഡയറക്റ്റായിട്ട് ഇതൊന്നും ചെയ്യണ്ടെന്നേ. പിന്നെയോ അവൻ എന്തുകൊണ്ട് നരകത്തിൽ പോയി എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ പറയുന്നുള്ളൂ: ലാസർ പട്ടിണി കിടന്ന് മരിച്ചു. നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ അറിവുകളിൽ ആരെങ്കിലുമൊക്കെ ദൈന്യതയാൽ നിലവിളിക്കുമ്പോൾ നീ സമ്പാദ്യങ്ങൾ പെരുക്കുകയാണെങ്കിൽ ഓർക്കുക, നീ ഇതൊക്കെയും അപഹരിക്കുകയാണ്. ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിന് 4 വീതം പകരം കൊടുക്കാമെന്ന് അവസാനം ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നത് വെറുതെയല്ല. അവനുണ്ടായ ദർശനമാണ്, അവനുണ്ടായ വലിയ സാക്ഷ്യമാണ്. കർത്താവ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. നേരിട്ടൊന്നും ആരുടെയും കഴുത്തിൽ കുത്തിപ്പിടിച്ച് മേടിച്ചിട്ടല്ല. പിന്നെയോ ജീവിതത്തിന്റെ ഇടങ്ങളിൽ സമ്പാദിക്കണമെന്ന വല്ലാത്ത ആഗ്രഹം മൂലം അവൻ ഇങ്ങനെ വല്ലാതെ സമ്പാദിച്ചു കൂട്ടിയപ്പോൾ ഓർത്തില്ല, ദൈന്യതയാർന്ന നിലവിളികളെ അവൻ കാണുവാൻ കണ്ണുകൾ തുറക്കാൻ പറ്റിയില്ല. അവിടെയാണ് പ്രശ്നം പറ്റിയത്. ബാങ്ക് ബാലൻസ് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ജീവിക്കണമെങ്കിൽ പണം വേണം. പക്ഷെ ഈ പണം എങ്ങനെ വേണം? ഭക്ഷിച്ച് തൃപ്തരായ ശേഷം 12 കുട്ടകൾ നിറച്ചെടുത്ത് ശിഷ്യന്മാരുടെ ദർശനം നമുക്കുണ്ടാകണം. അതവരെ പഠിപ്പിച്ചത് അരിമനാഥനാണെങ്കിൽ അരിമനാഥന്റെ അവനെ പിൻപറ്റുന്ന നമ്മൾക്ക് എന്തുകൊണ്ട് ആ ബോധ്യങ്ങൾ ഉയരുന്നില്ല? എന്തുകൊണ്ട് ഈ വേദം നമ്മോട് സംഭാഷിക്കുന്നില്ല? വെറുതെ വായിച്ചു വിടുവാനുള്ളതല്ല, ഇത് നമ്മോട് സംഭാഷിക്കുവാനുള്ളതാണ്. ആ ബോധ്യം നമുക്കുണ്ടാകട്ടെ. സമയക്കുറവ് മൂലം 3-ാമത്തെ ചിന്തകളിലേക്ക് പോകട്ടെ. അവനൊരു ഒറ്റയാൻ ജീവിതത്തിന്റെ ഉടമയായിരുന്നു. എന്താ ഈ ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ? കാട്ടിലാരാ ഒറ്റയാൻ? അച്ചായോ കാട്ടിപ്പോയിട്ടില്ല? കാട്ടിലാരാ ഒറ്റയാൻ? കഴിഞ്ഞ ദിവസം ഞാനിത് കാട്ടിപ്പോയി. ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു മീറ്റിങ്ങിനായിട്ട് ചുമ്മാ പോയതാണ്. അന്നേരം കാട്ടിലൂടെ യാത്ര. ഈ കാട്ടിലാരാ ഒറ്റയാൻ? ആന. എന്തിനാ ഈ ഒറ്റയാൻ വിളിക്കുന്നത്? ഒറ്റയ്ക്ക് നടക്കുന്നുകൊണ്ടാണോ? ഞാനും ഒറ്റയ്ക്കാവുന്നത്. എന്നെ കണ്ട ആന പോലെ ഇരിക്കുമെങ്കിലും ഒറ്റയാനൊന്നുമല്ല, അല്ലേ? നിങ്ങൾ പറയുന്നതിനെ പെട്ടെ നിങ്ങൾ ഇന്നിപ്പോൾ ആരായിരുന്നു പ്രസംഗം? ഓ, ആന പോലെ ഇരിക്കുന്ന ഒരു അച്ഛനാ എന്ന് പറയുമായിരിക്കും, അല്ലേ? ആണോ? എന്തുകൊണ്ടാണ് ഒറ്റയാൻ വിളിക്കുക? എന്തോ ഭീതിപ്പെടുത്തുന്ന ഒന്നുണ്ട്, അവല്ലേ? ഒറ്റയാൻ എന്ന് പറയുമ്പോൾ ഭീതിപ്പെടുത്തുന്ന എന്തോ ഒന്നുണ്ട്. ഇങ്ങനെയാണ് ചില മനുഷ്യർ, അവരുടെ സ്വഭാവങ്ങളിൽ എന്തോ ഭീതികരമായ എന്തോ ഒന്നുണ്ട്. ലോത്തിന്റെ വീട്ടിലേക്ക് രണ്ട് പേര് കടന്നു വന്നു. ആ പ്രദേശം ഇച്ചിരി കുഴപ്പം പിടിച്ചതാണ്, അല്ലേ? കലകയിൽ നിന്ന് 2 പേരുടെ പിന്നെയും വന്നു. ആ കയറിപ്പോയ 2 പേരെ ഇറക്കി വിട്ടാണ്. പുരുഷകാമികളുടെ ഇടമാണ് എവിടം? ഈ പറഞ്ഞ ലോത്തിന്റെ സ്ഥലം. അതുകൊണ്ട് ആ കയറി വന്നവരെ ഇറക്കി വിടാൻ പറഞ്ഞപ്പോൾ ലോത്ത് പറഞ്ഞു, ഇല്ല, ആതിഥ്യ മര്യാദ എൻ്റെ വലിയ ശീലമാണ്, അതുകൊണ്ട് വരാൻ നിശ്ചയമില്ല, അതുകൊണ്ട് 2 പെൺകുട്ടികളെ വേണമെങ്കിൽ തരാം. വീട്ടിൽ മക്കളെക്കുറിച്ച്, പ്രത്യേകിച്ച് പെൺമക്കളെക്കുറിച്ച് ഈ നിലപാട് പറയേണ്ടത് ആരാ? അഭിപ്രായം പറയേണ്ടത് ആരാ? അപ്പന്മാരാണോ? ആണോ? പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറിച്ച് അമ്മമാരാണ്, അല്ലേ? അമ്മമാരാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. എന്നാൽ അവിടെ നിശബ്ദമാക്കപ്പെട്ടു പോയ ആൾ ആരാണ്? അമ്മയാണ്. അവിടെ നിശബ്ദമാക്കപ്പെട്ടു പോയ ഒരു സ്ത്രീത്വമുണ്ട്, ഒരു അമ്മയുണ്ട്. ലോത്തിന്റെ ഭാര്യയുടെ പേരെന്തോ വെച്ചാ പെട്ടല്ലോ കർത്താവേ, മുമ്പ് ഇരിക്കണ്ടായിരുന്നേ. ലോത്തിന്റെ ഭാര്യയുടെ പേര് സൂസമ്മ. പേരിട്ടിട്ടില്ലെന്നു ആണോ? പേരിടാതിരിക്കും ആർക്കെങ്കിലും? 28 അന്ന് പേരിട്ട് കാണും. ലോത്തിന്റെ ഭാര്യ എന്നേ ഉള്ളൂ. എന്താ കാരണം? ചിലതിൻ്റെ കൂടെ കൂടിയാൽ നമ്മുടെ പേരൊന്നും വെളിവെത്തില്ല, അതാ കുഴപ്പം, അല്ലേ? ആണോ? അവനൊരു ഒറ്റയാനായിരുന്നു. എന്നാൽ വിവാഹത്തിന്റെ ഇടങ്ങളിൽ 2 കൈ പിടിക്കുമ്പോൾ പുരോഹിതന്മാർ പറയും, ഇനി സമ്പത്തിലും ദാരിദ്ര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരുമിച്ച്, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുമിച്ച്, പ്രാർത്ഥനയിൽ ഒരുമിച്ച്. എന്നാൽ അന്ന് വരെ അക്കാര്യങ്ങളൊന്നും ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. മുന്നം സൂചിപ്പിച്ചതുപോലെ ജീവനും വാരി പിടിച്ചോണ്ടൊരു ഓട്ടം ഉണ്ടാകും. ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്നാ പറ്റിയേ? അറ്റാക്ക് വന്നു, ഉപ്പ് തൂണായി പോയി. എന്താ കാരണം? ആരാ കാരണക്കാര്?
അവന് ഉപ്പ് തൂണാവാനുള്ള കാരണക്കാരാരാ? ലോത്താണോ? ലോത്ത് സമ്പാദിച്ചു? ആരാ പറഞ്ഞേ? ആരാന്ന് പറഞ്ഞേ? ലോത്താണോ? ലോത്തിന്റെ ഭാര്യയാണോ അവൾ ഉപ്പ് തൂണാവാൻ കാരണം? ഭാര്യ. എന്താ കാരണം? തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു, തിരിഞ്ഞു നോക്കി. ഞാൻ പറയും ഭാര്യയല്ല, കാരണക്കാരനാരാ? ഈ മനുഷ്യനാ. കാരണം എന്താ? മുന്നേ പറഞ്ഞതാ, സമ്പത്തിലും ദാരിദ്ര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ജീവനും ഭാര്യ പിടിച്ചുകൊണ്ടൊരു അവസാനത്തിൽ ഓട്ടമുണ്ട്. ഈ മലയിൽ പോകാൻ പറയുമ്പോഴേ ആ പറഞ്ഞപ്പോൾ ഓടിയതും അപ്പനും മക്കളും മാത്രമല്ല, പുറകിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആ ഓട്ടത്തിൽ. ആരായിരുന്നു അത്? ഈ ഭാര്യയായിരുന്നു. അവളെ എന്തും വലിഞ്ഞ് ഓടുക. നീ ജീവിതത്തിന്റെ അവസാനത്തെ ഓട്ടമാണെന്നറിയാം. ആ ഓടുമ്പോൾ അവൾ ചിന്തിച്ചൊരു ചിന്തയുണ്ട്. എന്താ? ഈ മുന്നേ പോകുന്നവൻ ചിലപ്പോൾ ഒന്ന് ചോദിക്കുമായിരിക്കും, തിരിഞ്ഞു നോക്കണ്ട, കൽപ്പനയുണ്ടല്ലോ തിരിഞ്ഞു നോക്കണ്ട. അവനൊന്ന് ചോദിക്കുമായിരിക്കും, നിനക്ക് ഓടാൻ കഴിയുന്നുണ്ടോ? വീട്ടിൽ വല്ലാതെ ജോലി ചെയ്ത് തളരുമ്പോ ഈ ഭാഗത്തുനിന്നൊരു ചോദ്യം വന്നാൽ, എൻ്റെ സഹായമെല്ലാം വേണോ? കാലം മാറി, ഇനി ഇപ്പോഴത്തെ ഇവിടെ ആവുന്ന ജോലി ക്ഷീണിക്കുന്നതെന്നറിയാൻ മേലെ, ക്ഷീണിക്കുന്നതെന്നറിയാൻ മേലെ കേട്ടോ. കാലം മാറിയപ്പോഴേ ആരോ ആവട്ടെ, ജോലി ക്ഷീണിക്കുന്ന ആളോട് ഒരു ചോദ്യം, എന്തെങ്കിലും സഹായം വേണോ? അല്ലേ? സഹായിച്ചില്ലേലും വേണ്ടില്ല, ചോദ്യം വന്നല്ലോ എന്ന സമാധാനത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും ഊർജ്ജസ്വലമായി നിൽക്കും. ഇതുപോലെ ഈ സ്ത്രീ വല്ലാതെ ആഗ്രഹിച്ചു. ഈ വല്ലാതെ ബന്ധപ്പെട്ട് ഓടുമ്പോ ഒരു ചോദ്യം, നിനക്ക് ഓടാൻ കഴിയുന്നുണ്ടോ? നീ പിറകിലുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെയൊക്കെ ഭവനാന്തരീക്ഷങ്ങളിൽ ഉപ്പുതൂണുകൾ ഉയരുന്നുണ്ട്. കാരണം ചേർത്ത് പിടിക്കേണ്ടവനെ, ചേർത്ത് പിടിക്കേണ്ടവളെ ചേർത്ത് പിടിക്കാൻ മറന്നു പോകുമ്പോൾ, ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിക്കാൻ മറന്നു പോകുമ്പോൾ, ഈ ഭൗതികതയിൽ അനേകം സാധ്യതകളുണ്ടെന്ന് അവൾ ചിന്തിക്കും. അവളും ചിന്തിച്ചു, അനേകം സമ്പത്തുകൾ പിന്നിൽ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഓട്ടം. അങ്ങനെയെങ്കിൽ ഈ ഓട്ടം ഓടുമ്പോ ഈ മനുഷ്യൻ കൈപിടിപ്പിക്കേണ്ടവൻ, ചേർത്ത് പിടിക്കേണ്ടവൻ, ആശ്വസിപ്പിക്കേണ്ടവൻ, അവനിൽ നിന്നും ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന ചിന്ത വന്നപ്പോൾ അവൾ ചിന്തിച്ചു, ഇനി പിറകിൽ കിടക്കുന്ന സമ്പത്തിലെങ്കിലും ആശ വയ്ക്കാം. നമ്മുടെയൊക്കെ ഭൗതികതയിൽ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോഴൊക്കെ ഭവനാന്തരീക്ഷങ്ങളിൽ ഉപ്പുതൂണുകൾ ഉയരുന്നുണ്ട്, ആരും അറിയുന്നില്ല എന്ന് മാത്രം. ഇന്നതിന് സാധ്യതകൾ ഏറെയാണ്. ഇന്നതിന് സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ സാധ്യതകൾ ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്. ചേർത്ത് പിടിക്കേണ്ടവനെ ചേർത്ത് പിടിക്കുവാൻ മറന്നു പോകരുത്. ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിക്കാതിരിക്കുമ്പോൾ ഭൗതികതയിലേക്ക് നമ്മുടെ കണ്ണുകൾ നീണ്ടുപോകും, തിരിഞ്ഞു നോട്ടമുണ്ടാകും. അതുകൊണ്ട് ഉപ്പുതൂണുകൾ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ നമുക്കും ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാം. ഒറ്റയാൻ ജീവിതങ്ങളും ഒറ്റയാൻ തീരുമാനങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താം. ദൈവത്തോട് ആലോചന ചെയ്ത് പ്രാർത്ഥനയിൽ നമ്മുടെ ചിന്തകൾ ഉയരട്ടെ. 3 ചിന്തകളാണ് ലോത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ പരാജയത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വെച്ചത്. 1, അവൻ പുത്തൻ വിരുന്നിൽ പഴയ കടപ്പാടിനെ മറന്നുപോയി. 2, അവൻ ഒരു സ്വപ്നജീവിയായി പരിണമിച്ചു. മക്കളെ വളർത്തുവാൻ പറ്റിയ ഇടമാണോ എന്ന് ചിന്തിക്കുവാൻ മറന്നുപോയി. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇത് സമ്പാദിച്ചു പക്ഷേ അനുഭവിക്കുമെന്ന ബോധ്യം ഇല്ലാതെ പോയി. 3, ഒരു ഒറ്റയാൻ ജീവിതത്തിന്റെ ഇടങ്ങളിലൂടെ അവൻ കടന്നുപോയപ്പോൾ പരാജയം അവനെ തേടിയെത്തി. അബ്രഹാമിനെ പോലെ വിശ്വാസത്തിന്റെ ഇടങ്ങളിൽ നമുക്ക് പ്രബലപ്പെടാം. അത്രത്തോളം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആവോളം സ്നേഹം തരുന്നവന്റെ സന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കാം. ബാക്കിയൊക്കെ അവൻ നോക്കിക്കൊള്ളും. ഒരു വൃത്തത്തിന്റെ അളവെത്രയാ? കണക്കുകാരുണ്ടോ ഇവിടെ? വൃത്തത്തിന്റെ എന്നെ പറയുക 360 എന്നാ എൻ്റെ ബോധ്യം. അല്ലേ? താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലയോ? താൻ പാതി ദൈവം പാതി, അല്ലേ? വിത്ത് ഗുണം പാത്രഗുണം, വിത്ത് ഗുണം പാത്രഗുണം, ചുമ്മാ നടക്കുക, പാത്രം കൊണ്ട് നടക്കുക. വിത്ത് ഗുണം 10 ഗുണം, പാത്രഗുണം 18, 18 ഗുണം 10 കണക്കറിയുന്നവരുന്നു ഇല്ലൂടെ. 180, 180 ഗുണം 2 360. ഒരു വൃത്തം അത് പൂർണ്ണതയിലെത്തണമെങ്കിൽ 360 വേണം.
പകുതി ആര് തന്നു വിട്ടിട്ടുണ്ട്? തമ്പുരാൻ തന്ന് നമ്മുടെ വിട്ടിട്ടുണ്ട്. ആരുടെ കയ്യിലൊക്കെയാ? അപ്പൻ്റെ കയ്യിലും കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. 10 ഗുണം 10 പാത്ര ഗുണം 18 നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നീ പകുതി ഒന്ന് സമർപ്പിച്ചാട്ടെ, ബാക്കി പകുതി ആര് തരും? അവൻ തരും, യാതൊരു സംശയമില്ല. അവൻ്റെ പകുതിക്ക് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. പക്ഷേ കോട്ടം സംഭവിക്കുന്നത് എവിടെയാ? വിത്തിലോ പാത്രത്തിലുമാണ്. അതുകൊണ്ട് ദൈവത്തെ കുറ്റം പറയേണ്ട. അവൻ നിന്റെ സമർപ്പണങ്ങൾക്ക് എപ്പോഴും മറുപടി നൽകുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ സമർപ്പണങ്ങളിലാണ് പ്രശ്നങ്ങൾ വരിക. സമർപ്പണങ്ങളിൽ എപ്പോഴെങ്കിലും കുറവ് വന്നാൽ അവിടെ എന്തുണ്ടാകും? മൂല്യച്യുതികളുണ്ടാകും. പൂർണ്ണ സമർപ്പണത്തിന് ഇടങ്ങളിൽ നമുക്ക് ശോഭിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്ന വന്യരായ വൈദിക ശ്രേഷ്ഠരോട് ഇത്രയും നേരം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഈ ശബ്ദം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.